श्रीकृष्णाय परब्रह्मणे नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിത് നോക്കേണ്ടത് ദശകം 50 വൃന്ദാവന ലീല. ആദ്യം നമ്മൾ ഗോകുലത്തിലുള്ളതൊക്കെ കണ്ടു. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ യാത്ര ചെയ്ത് നേരെ പെരുമ്പറയൊക്കെ മുഴക്കിക്കൊണ്ട് കൊമ്പും കുഴലും ഊതിക്കൊണ്ട് ഗോകുല വൃന്ദങ്ങളൊക്കെ പശുക്കളെയും മുന്നിട്ട് നിർത്തിക്കൊണ്ട് എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതം, കാളിന്തി നദി, അതിന്റെ തീരത്തിലുള്ള മണൽത്തിട്ട്, ഇതൊക്കെ ശ്രീകൃഷ്ണനും കൂട്ടുകാർക്കും ആനന്ദ ആവേശം ഉണർത്തിച്ചു എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ഇതില് വാസ്തവത്തിൽ ഈ ദശകത്തില് 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയാണ്. വളർന്നു വരുന്നതായ രാമനും കൃഷ്ണനും പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ പശുക്കുട്ടികളെ മേയിച്ചുകൊണ്ട് നടക്കുകയാണ്. മുതിർന്ന ബാലന്മാരും അവരുടെ കൂടെ ഉണ്ട്. എല്ലാവരും കൂടെ പോവുകയാണ്. ആ സമയത്ത് ഓടക്കുഴലൂതിക്കൊണ്ട്, കവണ എറിഞ്ഞുകൊണ്ട്, തന്റെ അരയിലിട്ടിരിക്കുന്നതായ കിങ്ങിണി ഇളകുന്ന തരത്തിൽ ആടിക്കൊണ്ട്, കാള കളിച്ച്, ഗുസ്തി പിടിച്ച്, അങ്ങനെ സന്തോഷത്തോടു കൂടി വൃന്ദാവനത്തിലും ഗോവർദ്ധന പരിസരത്തും ചുറ്റിക്കറങ്ങുകയാണ് ശ്രീകൃഷ്ണനും കൂട്ടുകാരും. അങ്ങനെ ഇരിക്കുമ്പോൾ യമുനാ തീരത്തില് മറ്റുള്ളവരോടുകൂടി പശുക്കളെ മേച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ദിവസം, ആ ഒരു ദിവസം കൃഷ്ണരാമന്മാരെ കൊല്ലാനായിട്ട് ഒരു അസുരൻ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു ചേർന്നു. പശുവിന്റെ രൂപത്തിലാണ് വന്നത്. ആ വന്നവൻ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണന് പെട്ടെന്ന് മനസ്സിലാവില്ലേ, സർവ്വവ്യാപിയായ സർവ്വസാക്ഷിയായ ഭഗവാന് ഏതാണ് അറിയാൻ പറ്റാത്തത്. അപ്പൊ അദ്ദേഹം കാണിച്ചു കൊടുത്തു, ജ്യേഷ്ഠന് ദാ ഒന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, വാലും പിടിച്ച് രണ്ട് പിന്നിലുള്ളതായ കാലുകളും കൂട്ടിപ്പിടിച്ച് വട്ടം ചുറ്റി മേലോട്ടൊക്കെ ഒരു ഏറു കൊടുത്തു ആ പശുവിനെ, ആ കാളയെ. അപ്പൊ അതെന്ത് ചെയ്തിച്ചു? അവൻ വീണത് അവിടെയുള്ള മരങ്ങളും ചേർത്തിക്കൊണ്ടാ വീണത്. മരങ്ങളെയൊക്കെ തട്ടിയിട്ടുകൊണ്ടാണ് ആ പശുവായിട്ട് വന്നതായ അസുരൻ താഴത്തേക്ക് വീഴുന്നത്. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ അത്ഭുത പരവശന്മാരായ ഗോപന്മാര്, അത് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട് ഭട്ടതിരിപ്പാട്. നമുക്ക് നോക്കാം. പ്രാതൽ പൊതിയും അടുത്തൊരു ദിവസം കൃഷ്ണനും കൂട്ടുകാരും നേരത്തെ കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ വെച്ചാവാം നമ്മളുടെ പ്രാതൽ എന്നായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ പോയി അവരെല്ലാവരും കൂടെ ദാഹം തീർക്കാനായിട്ട് കാളിന്തിയിൽ ഇറങ്ങി ജലം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ കൊടുമുടി പോലെ വലിയൊരു കൊക്കിനെ കണ്ടത്. കൊറ്റി എന്ന് പറയുന്ന കൊക്ക്. ആ കൊക്കിനെ കണ്ടപ്പോഴ് അത് വന്നു എന്ന് മാത്രമല്ല, ശ്രീകൃഷ്ണനെ അങ്ങനെ ഒറ്റ വിഴുങ്ങൽ വിഴുങ്ങി. അതാണ് കൊക്ക് കൃഷ്ണനെ അങ്ങോട്ട് വിഴുങ്ങിയപ്പോ എന്തായി? ബലരാമൻ കൂട്ടുകാരൊക്കെ പ്രാണൻ പോയ പോലെ സങ്കടപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുകൊണ്ടിരുന്നു. അപ്പോഴേക്കും തൊണ്ട അങ്ങോട്ട് പൊള്ളാൻ തുടങ്ങിയത്രേ ആ കൊക്കിന്. തൊണ്ട പൊള്ളി. അപ്പൊ അതെന്ത് ചെയ്തു വെച്ചാൽ വിഴുങ്ങിയത് അങ്ങോട്ട് പുറത്തേക്ക് ഒരൊറ്റ ഛർദിക്കല്. സഹിക്കാൻ പറ്റാണ്ടുള്ള വേദന പുറത്തേക്ക് ഛർദിച്ചു. പുറത്തേക്ക് വന്നതായ ശ്രീകൃഷ്ണൻ വീണ്ടും എന്ത് ചെയ്തു? തന്റെ കൊക്കും പൊളിച്ചുകൊണ്ട് വീണ്ടും തിന്നാനായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ ആ 2 കൊക്കും അങ്ങോട്ട് പിളർന്ന് അവനെ, ആ കംസന്റെ സഖാവായിരുന്ന കൊറ്റിയെ പിച്ചി ചീന്തി. ഉടനെ തന്നെ ആകാശത്തില് വാദ്യങ്ങൾ മുഴങ്ങി, പുഷ്പമാല ചൊരിഞ്ഞു. ഇതാണ് ഈ ദശകത്തിലെ പ്രതിപാദ്യം. അല്ല, നോക്കിക്കോളാം. 50ാമത്തെ ദശകം വത്സാസുരന്റെയും ബകാസുരന്റെയും വധം. ഇതിലെ വൃത്തം ഹരിണി എന്ന വൃത്തമാണ്. ഈ ഹരിണി വൃത്തത്തില് 17 അക്ഷരങ്ങളാണ് ഉള്ളത്. ആ വൃത്തത്തിന്റെ ലക്ഷണം പറയാണ്. ന സമരസലാഗ ഷഡ്വേദൈഹി ഹയൈഹി
ഹരിണീ മത. 6 അക്ഷരം, പിന്നെ 4 അക്ഷരം, പിന്നെ ആദ്യ 7 അക്ഷരം. ഇങ്ങനെ 6 4 10 7 17 അക്ഷരങ്ങൾ ചേർന്നതാണ്. നഗണം, സഗണം, മഗണം, രഗണം, സഗണം. അപ്പൊ 5 എണ്ണമായല്ലോ, 15 അക്ഷരായി. പിന്നെ ഒരു ലഘു, ഒരു ഗുരു, അങ്ങനെ 17 അക്ഷരങ്ങൾ ചേർന്നതാണ് ഹരിണി എന്ന വൃത്തം. ഹരിണി വൃത്തത്തിലാണ് വർണ്ണിക്കുന്നത്. ശ്രീ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 36-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന് വൃന്ദാവനം വരെ പുളകമണിയിച്ചു എന്നതുവരെ പഠിച്ചു. 37-ാമത്തെ ശ്ലോകം മുതൽ ആ അധ്യായം കഴിയുന്നതുവരെ 22 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ച കാര്യമാണ് ഇവിടെ ഒരു ദശകത്തിൽ ചുരുക്കി വർണ്ണിച്ചിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് നോക്കാം. തരള മധുകൃദ്വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിः സാഗം വത്സാനുപാലനലോലുഭഃ ഹലധര സഖോ ദേവ ശ്രീമൻ വിചേരിതധാരയൻ ഗമലമുരളീവേത്രം നേത്രാഭിരാമതനുദ്യുതിഃ. ഭഗവാൻ നേത്രാഭിരാമതനുദ്യുതിഃ എന്ന് പറഞ്ഞു. നേത്രത്തിന് ആനന്ദം ഉണ്ടാക്കുന്ന രീതിയിലാണ് അത്രേ സഞ്ചരിച്ചത് എന്നാണ് പറയാൻ പോകുന്നത്. പദങ്ങൾ നോക്കാം. തരള മധുകൃത് വൃന്ദേ വൃന്ദാവനേ അധ മനോഹരേ പശുപശിശുഭിഃ സാഗം വത്സാനുപാലന ലോലുപഃ ഹലധര സഖഃ ദേവ ശ്രീമൻ വിചേരിത ധാരയൻ ഗവലമുരളീവേത്രം നേത്രാഭിരാമ തനുദ്യുതിഃ. ഇതൊക്കെയാണ് പദങ്ങൾ. ശ്രീമൻ ദേവ എന്ന് 2 സംബോധന. മംഗളമൂർത്തിയായ മംഗളസ്വരൂപ എന്ന് സംബോധന. ശ്രീമൻ എന്ന് പറഞ്ഞാൽ മംഗളമൂർത്തി, ദേവ ഭഗവാനെ എന്ന് പറയാണ്. എന്ത് ചെയ്തു അങ്ങ്? ഹലധര സഖഃ. കണ്ടോ, ഹലധരനെ സഖാവാക്കിക്കൊണ്ട്. ഹലധരൻ എന്ന് പറഞ്ഞാൽ ബലരാമൻ. ഹലത്തിനെ, ഹലം എന്ന് വെച്ചാൽ കലപ്പ, കലപ്പ ഏന്തിയവനാണ് ബലരാമൻ. ഹലധര സഖഃ എന്നാണ്. കൂടെ എപ്പോഴും ബലരാമനുമുണ്ട്. ബലരാമനോട് കൂടെ എന്ത് ചെയ്തു? എങ്ങനെയാ ഭഗവാൻ വന്നത് എന്ന് പറയാം. നേത്രാഭിരാമ തനുദ്യുതിഃ. കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന തരത്തിലുള്ള പ്രകാശിക്കുന്നവൻ. പ്രകാശം വന്നിട്ട് കണ്ണിന് കുളിർമ ഉണ്ടാകുമോ? ഉണ്ടാകും. പ്രകാശം വരുമ്പോ കണ്ണടക്കിയല്ലേ ചെയ്യ? അല്ല, കാണുമ്പോ പിന്നെയും കാണണം കാണണം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അഭിരാമമൂർത്തിയായിട്ടാണ് ഭഗവാൻ വന്നത്. കണ്ണിന് കർപ്പൂരമായിട്ട് എന്നർത്ഥം. കണ്ണിന് ജ്യോതി, കർപ്പൂര ജ്യോതി കാണാൻ നമുക്ക് ഇഷ്ടമല്ലേ? അതുപോലെ ആ ഭഗവാന്റെ സ്വരൂപത്തിനെ കണ്ടുകൊണ്ടേയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? നേത്ര അഭിരാമ തനുദ്യുതിഃ. നേത്രങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ശരീരപ്രകാശത്തോടു കൂടിയവനായിട്ട്. ആരാണ്? ഹേ ഗുരുവായൂരപ്പ ത്വം എന്ന് പറഞ്ഞു. അങ്ങ്. സാക്ഷാൽ ഗുരുവായൂരപ്പനെ നോക്കിക്കൊണ്ടാണല്ലോ പറയുന്നത്. അതുകൊണ്ട് പറയാണ് അങ്ങ് എല്ലാവരുടെ കാണികൾക്കും കണ്ണിന് കർപ്പൂരജ്വാലയായി നിന്നുകൊണ്ട് തരള മധുകൃദ്വൃന്ദേ മനോഹരേ വൃന്ദാവനേ. വൃന്ദാവനത്തിലാണ് ചുറ്റി സഞ്ചരിച്ചത്. ആ വൃന്ദാവനം എങ്ങനെയുള്ളതായിരുന്നു? മനോഹരേ, മനസ്സിനെ ആകർഷിക്കുന്ന തരത്തിൽ സുന്ദരമായ വൃന്ദാവനം. അവിടെ ഒരു പ്രത്യേകത, ഇഷ്ടം പോലെ പുഷ്പങ്ങൾ ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു. കുന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ ഇന്നലെ. വിടർന്നു നിൽക്കുന്നതായ കുറ്റിമുല്ലകളോടുകൂടി മനോഹരമായ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ തരള മധുകൃത് വൃന്ദേ, വണ്ടിൻ കൂട്ടങ്ങള് മുരണ്ട് മുരണ്ട് നടക്കുന്ന മനോഹരമായ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും വണ്ടുകളുടെ മൂളിച്ച കേൾക്കാം. അവിടെയുള്ള പുഷ്പങ്ങളുടെ സൗരഭവും അതുപോലെ തന്നെ അതിന്റെ തേനും നുകരാനായി പാട്ട് പാടിക്കൊണ്ട് പറന്ന് കളിക്കുകയാണ് അത്രേ വണ്ടുകൾ. അങ്ങനെ തരള മധുകൃത് വൃന്ദേ, തരളമായി അവിടെയും ഇവിടെയും ഓടിച്ചാടി നടക്കുന്ന മധുകൃത്തായിട്ടുള്ളതായ ആ വണ്ടിൻ്റെല്ലോ അതിന്റെ വൃന്ദം കൂട്ടം. അപ്പൊ തരള മധുകൃത് വൃന്ദേ, വണ്ടുകൾ മൂളിക്കൊണ്ടിരിക്കുന്ന മനോഹരേ വൃന്ദാവനെ, മനോഹരമായ ആ വൃന്ദാവനത്തിൽ. എങ്ങനെയാണ് ഭഗവാൻ അവിടേക്ക് വന്നത്? എന്തിനാ അവിടേക്ക് പോയത്?
വത്സാനുപാലന ലോലുപഹ. ലോലുപനായിട്ടാ പോയത്, ആഗ്രഹമുള്ളവനായിട്ടാ പോയത്. എന്തിനായിരുന്നു ഭഗവാന്റെ ആഗ്രഹം? പാലനം, രക്ഷിക്കാൻ. ആരെ രക്ഷിക്കാൻ? വത്സാനുപാലനം, പശുക്കിടാങ്ങളെ രക്ഷിച്ചു നടക്കാൻ, പശുക്കളങ്ങളെ മേച്ചു നടക്കുന്നതിൽ ലോലുപനായി, താല്പര്യമുള്ളവനായിട്ട് ഭഗവാൻ ഹലധരനോട് കൂടി അവിടേക്ക് ആ മനോഹരമായ വണ്ടുകൾ മുരണ്ട് നടക്കുന്ന ആ വൃന്ദാവനത്തിൽ എങ്ങനെ വന്നു? ധാരയന്, ധരിച്ചുകൊണ്ടാണ് വന്നത്. എന്താണ് ധരിച്ചിരുന്നത്? 3 കാര്യങ്ങൾ കയ്യിലുണ്ടായിരുന്നു അത്രേ. ഗവല, മുരളി, വേത്ര. കണ്ടോ? ഗവലം എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതായ ഒരു കൊമ്പൂതണതില്ലേ, കൊമ്പ്. അത് കൊമ്പുമുണ്ട്, പിന്നെ ഓടക്കുഴലുണ്ട്, അതാണ് മുരളി. കൂടാതെ വേത്രം, ഒരു വടി, പശുക്കളെ മേയ്ക്കാനാകുമ്പോ ഒരു ചൂരൽ വേണ്ടേ, അതുമുണ്ട് കയ്യില്. ഇത് 3ഉം ധാരയന്, ധരിച്ചുകൊണ്ട്. എങ്ങനെയാ പോയത് ഭഗവാൻ? ഹലധര സഖനാണെന്ന് പറഞ്ഞു. ഹലധരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല. പശുപശിശുഭിസാകം. പശുപ്പന്മാര് എന്ന് പറഞ്ഞാൽ ഗോപന്മാര് എന്നർത്ഥം. പശു എന്ന് വെച്ചാൽ ഗോ, പാന്ന് വെച്ചാൽ പാ തന്നെ. അപ്പൊ ഗോപന്മാര്, പശുക്കളെ പരിപാലിക്കുന്നവർ ഗോപന്മാർ. അങ്ങനെ പശുപശിശുഭിഹി, ഗോപക്കുട്ടികളോട് കൂടെ, സാകം വിചേരിത. എന്താ ചെയ്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു. പശുക്കളെ മേച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും ആ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു. വൃന്ദാവനമാണെങ്കിൽ വണ്ടുകളുടെ മൂളിച്ച കൊണ്ട് വളരെ മനോഹരമായിരുന്നു. ഭഗവാൻ എങ്ങനെ? കയ്യില് കൊമ്പും ഓടക്കുഴലും അതേപോലെ ചൂരലും പിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹലധരന്റെ കൂടെയാണ് നടക്കുന്നത്. കണ്ണിന് അഴകാർന്ന ശരീരത്തോടു കൂടിയവനായി, കാണുന്നവരെ മോഹിപ്പിക്കുന്ന രൂപത്തോടു കൂടിയവനായ ആ ശ്രീകൃഷ്ണൻ പശുക്കളെ മേയ്ക്കാനുള്ള താല്പര്യം കൊണ്ട് വൃന്ദാവനത്തിൽ അങ്ങുമിങ്ങും ഗോപകുമാരന്മാരോടൊപ്പം സഞ്ചരിച്ചു എന്നാണ്. ഭഗവാൻ ആ വൃന്ദാവനത്തിൽ എല്ലായിടത്തും ചുറ്റി നടന്നു. പശുക്കളെ മേയ്ക്കുകയാണ് ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ ഗോപകുമാരന്മാരും ഉണ്ടായിരുന്നു. തന്റെ സഹോദരനായ ബലരാമനുമുണ്ട്. കൂടാതെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യധാമമായിട്ട് കയ്യില് കൊമ്പും ഓടക്കുഴലും ചൂരൽ വടിയും പിടിച്ചുകൊണ്ട് ആ ഭഗവാൻ സഞ്ചരിച്ചു. അല്ലേ ഗുരുവായൂരപ്പ എന്ന് ചോദിക്കണം. ത്വം വിചേരിതാന്നാ പറഞ്ഞു. അങ്ങ് സഞ്ചരിച്ചുവല്ലോ എന്ന്. നേരിട്ട് ഭഗവാൻ ആ രൂപം കാണിച്ചു കൊടുക്കുകയാണ് അത്രേ ഭട്ടതിരിക്ക്. ഏത് രൂപത്തിലാ വർണ്ണിക്കച്ച ആ സമയത്ത് മിന്നി മറയും ആ രൂപം. അപ്പോഴാ എന്താണ് വൃന്ദാവനത്തിൽ സഞ്ചരിക്കുന്ന കൊമ്പും കൊള്ളും കയ്യിൽ വടിയും വെച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപം തെളിഞ്ഞു നിന്നു എന്നാ പറയണത്. ഇത്ര മനോഹരമായ രൂപത്തെ വർണ്ണിച്ചു. അതുകൊണ്ടാണ് കണ്ടോണ്ട് വർണ്ണിക്കുന്നത് കൊണ്ടാണ് ഇത്ര താതാത്മ്യമായിട്ട് വർണ്ണിക്കാൻ സാധിക്കുന്നത്. ഹേ ശ്രീമൻ ദേവ അധ ഹലധരധ സഖഃ നേത്രാഭിരാമതനുദ്യുതിഃ ത്വം തരള മധുകൃദ്വൃന്ദേ മനോഹരേ വൃന്ദാവനേ വത്സാനുപാലന ലോലുപഃ ഗവല മുരളീനെ വേത്രം ധാരയന് പശുപ ശിശുഭിഹി സാകം വിചേരിത. ഹേ മംഗളമൂർത്തിയായ ഭഗവാനെ, ബലഭദ്രനോടുകൂടി കണ്ണിന് ആനന്ദ രൂപം ചൊരിയിപ്പിക്കുന്നവനായി, കാണുന്നവരുടെ മനസ്സിലെ കർപ്പൂരാരത്തി പോലെ നർത്തം വണ്ടിൻ കൂട്ടം ഉരണ്ടു നടക്കുന്ന മനോഹരമായ ആ വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേയ്ക്കാൻ താല്പര്യമുള്ളവനായിട്ട് കൊമ്പും ഓടക്കുഴലും ചൂരലും എടുത്തുകൊണ്ട് ആ പശുപക്കുട്ടികളോടൊപ്പം, ഇടയക്കുട്ടികളോടൊപ്പം സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. ഗവലം എന്ന് പറഞ്ഞാൽ കൊമ്പ്, മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ, വേത്രം എന്ന് പറഞ്ഞാല് ചൂരല്. ചൂരൽ എന്ന് പറയില്ലേ, വടി. ഇതൊക്കെ പിടിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത്. അപ്പൊ അടുത്തത് പറയണത് എങ്ങനെയാണ് ആ ഭഗവാന്റെ സഞ്ചാരത്തെ കുറിച്ച്. സഞ്ചാരം തുടങ്ങിയതോടുകൂടി ആ വൃന്ദാവനം സമ്പദ് സമ്പൂരിതമായി എന്ന് പറയണം. വൃന്ദാവനത്തിന്റെ സമ്പത്ത് എന്താണ്? വൃക്ഷങ്ങളും ചെടികളും ഒക്കെയാണ്. അതൊക്കെ ഇങ്ങനെ തളിർത്ത് പൂത്ത് എവർഷൈനായിട്ട് നിന്നു എന്ന് പറയാണ്. നോക്കിക്കോളൂ. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം
ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ഭവൗ സമ്പത് സംപൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്ര ക്ഷേത്രാദികം കമലാപദേ വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനേ ത്വയി പാവനേ കിമിവ ന ഭവൗ സമ്പത് സംപൂരിതം തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാദികം കമലാപദേ. ഹേ കമലാപദേ എന്നാണ് സംബോധന. ആ സംബോധനയ്ക്ക് കൊടുക്കണം അല്ലേ ക്രെഡിറ്റ്. എന്താ കാരണം വെച്ചാ സമ്പത് സംപൂരിതമാക്കുകയാണ്. അവിടെയൊക്കെ ചെഴിപ്പുണ്ടാക്കാണ്. ചെഴിപ്പുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്മിയുടെ സഹായം വേണം. ഇവിടെ പറയണ കമലാപദേ, അല്ലയോ ലക്ഷ്മീപദേ എന്ന് സംബോധന ചെയ്യാണ്. ലക്ഷ്മി വല്ലഭനായ ത്വയി പാവനേ വൃന്ദാവനേ, ത്വയി അങ്ങ് പാവനം പരിശുദ്ധമായ വൃന്ദാവനെ. വൃന്ദാവനം എന്തുകൊണ്ട് പരിശുദ്ധായി? ഭഗവാന്റെ ചരണസ്പർശമേറ്റ് പരിശുദ്ധമായി. അങ്ങനെ വൃന്ദാവനേ പുണ്യേ എന്നർത്ഥം. പുണ്യമായ ആ വൃന്ദാവനത്തില് എങ്ങനെയുള്ളതാണ്? ത്വയി ദദതി അങ്ങ് അർപ്പിച്ചപ്പോൾ, കൊടുത്തപ്പോൾ നാം എന്തിനാ കൊടുത്തത്? ചരണാംബുജങ്ങളെ, അങ്ങയുടെ പാതാരവിന്ദത്തിനെ കൊടുത്തു. എങ്ങനെയുള്ള പാതാരവിന്ദം? ലക്ഷ്മീകരാംബുജലാളിതം. ആ ലക്ഷ്മി ദേവിയുടെ കൈത്താമരയാ. ലക്ഷ്മി ദേവി തന്റെ കൈ കൊണ്ട്, തന്റെ കരാരവിന്ദം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭഗവാന്റെ പാദ ശുശ്രൂഷ ചെയ്യുന്നതാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കർത്തവ്യം. അങ്ങനെ ലക്ഷ്മി ദേവിയാൽ ലാളിക്കപ്പെടുന്ന പാദങ്ങളെ വൃന്ദാവനത്തിൽ വെച്ച് കൊടുത്തില്ലേ അങ്ങ്? അതാണ് ഇവിടെ പറയുന്നത്. ഹേ കമലാപദേ, അല്ലയോ ലക്ഷ്മി വല്ലഭ, ത്വയി പാവനേ വൃന്ദാവനേ വിഹിത ജഗതീരക്ഷം കരാംബുജലാളിതം ചരണദ്വന്ദ്വം ദദതി സതി എന്ന് സതി സപ്തമിക്ക് എടുത്തു. ഹേ ഭഗവാനെ, അങ്ങ് പാവനമായ ആ വൃന്ദാവനത്തിൽ ഭുവനരക്ഷ നടത്തുന്ന വിഹിത ജഗതീരക്ഷം, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതും, ലക്ഷ്മീകരാംബുജലാളിതം ലക്ഷ്മിയുടെ കൈകളാൽ ലാളിക്കപ്പെടുന്നതും ആയ ചരണദ്വന്ദ്വം അങ്ങയുടെ രണ്ടു കാലടികളെ ദദതി സതി വെച്ചപ്പോൾ, അർപ്പിക്കപ്പെട്ടപ്പോൾ. എവിടെ അർപ്പിക്കപ്പെട്ടു? പാവനേ വൃന്ദാവനം. പാവനമായ വൃന്ദാവനത്തിൽ അങ്ങയാൽ ലക്ഷ്മീകരാംബുജലാളിതവും ജഗതീരക്ഷകവുമായ തന്റെ രണ്ട് പാതാരവിന്ദങ്ങൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ എന്ന് സതിസപ്തമിയായിട്ട് വെച്ചു. ഭഗവാൻ ആ വൃന്ദാവനത്തിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്താണ്? ഭഗവാന്റെ പാദസ്പർശമേറ്റു. ഭഗവാന്റെ പാദത്തിന് എന്താ പ്രത്യേകത? ലക്ഷ്മീകരാംബുജലാളിതമാണ്. ലക്ഷ്മി എപ്പോഴും തലോടിക്കൊണ്ടിരിക്കുന്ന പാദമാണ്. അപ്പൊ ലക്ഷ്മീകരമാണ് ആ കാലം. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കണവനുമാണ് ഭഗവാൻ. അങ്ങനെ ലക്ഷ്മീപതിയായ ഭഗവാൻ ലക്ഷ്മിയാൽ ലാളിക്കപ്പെടുന്നതായ തന്റെ പാതാരവിന്ദത്തെ മനോഹരമായ ആ വൃന്ദാവനത്തിൽ അങ്ങോട്ട് അർപ്പിച്ചപ്പോൾ എന്തു ചെയ്തു? തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം. ഒറ്റടിക്ക് പറഞ്ഞു. തരു എന്ന് പറഞ്ഞാൽ മരങ്ങള്, വല്ലരി എന്ന് പറഞ്ഞാൽ വള്ളികള്, സലിലം എന്ന് പറഞ്ഞാൽ ജലം, ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി, ഗോത്രം എന്ന് പറഞ്ഞാല് മല, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വയല്. അവിടെയുള്ള ഒന്നിനെയും ബാക്കി വെച്ചില്ല. എന്തൊക്കെ? തരു, വല്ലരി, സലില, ധരണി, ഗോത്ര, ക്ഷേത്രാധികം. അവിടെയുള്ള മരങ്ങള്, വള്ളികള്, ജലധാരകള്, ഭൂമി, മല, വയല് എന്നിവയെല്ലാം, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കിമിവ എന്തെന്ത് സമ്പത് സംപൂരിതം, സമ്പത്ത് കൊണ്ട് നിറഞ്ഞു. അതായത് വൃക്ഷങ്ങളിലൊക്കെ പഴങ്ങളും പൂക്കളും പഴങ്ങളും ധാരാളമായിട്ടുണ്ടായി. വള്ളികളൊക്കെ തളിർത്ത് പൂത്തുലഞ്ഞു. ജലം നിർമ്മലമായിട്ട് ഒഴുകാൻ തുടങ്ങി. ഭൂമി അങ്ങടെ രോമാഞ്ചമണിഞ്ഞവനെ പോലെ ഭഗവാന്റെ പാദസ്പർശത്താൽ പാദത്തിന്റെ അടയാളമുള്ളതായി തീർന്നു. അതുപോലെ തന്നെ ആ മലമ്പ്രദേശത്തിലുള്ളതായ എല്ലാ ധാതുക്കളും, അവിടെയുള്ളതായ സസ്യങ്ങളും ചെടികളും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് വളർന്നു. വയലുകളൊക്കെ സമ്പന്നമായി. ചുരുക്കത്തില് എവിടെ നോക്കിയാലും എന്താ പറയാ, ചെഴിപ്പ് എന്ന് പറയില്ലേ നമ്മള്, എവിടെ നോക്കിയാലും സമ്പദ് സമൃദ്ധി.
ഭഗവാന്റെ ജനനം കൊണ്ട് തന്നെ ഗോകുലമേ സമ്പദ് സമൃദ്ധിയായി എന്നാണ്. ആ ഗോകുലം സമ്പദ് സമൃദ്ധി ആയതുപോലെ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാദസ്പർശമേറ്റപ്പോൾ വൃന്ദാവനത്തിൽ എല്ലാം സമ്പദ് സമ്പൂരിതമായി. അതുകൊണ്ട് നഭവൗ, ഏത് ഭാഗ ശോഭിക്കാതിരുന്നത് എന്നാണ്. എല്ലായിടവും ഐശ്വര്യ സമൃദ്ധമായി ശോഭിച്ചു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് വൃന്ദാവനം അതിഗംഭീരമായി ശോഭിച്ചു. നമ്മള് ഗോപികാഗീതത്തിൽ പാടും, ജയതി തേധികം കൃഷ്ണ ജന്മന വ്രജ. ഹേ കൃഷ്ണ, അങ്ങയുടെ ജന്മം കൊണ്ട് വ്രജം അങ്ങടെ എന്തായി? ജയതി, ജയിച്ചു നിന്നു. അവിടെ എന്താ കാരണം? ശശ്വത് അത്രൈവ ശ്രീവസതി. അവിടെ സ്ഥിരമായിട്ട് ലക്ഷ്മി ദേവിയുടെ വാസം വന്നു. ഭഗവാൻ ഉണ്ടെങ്കിൽ ലക്ഷ്മി ദേവി അന്നപായിനിയാണ്, അവിടെ കൂടെ ഉണ്ടാകും. അതിനെ ദ്യോതിപ്പിക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞത് കമലാപദേ എന്ന് സംബോധന ചെയ്തത്. മാത്രമല്ല ലക്ഷ്മി ദേവിയുടെ കരസ്പർശത്താൽ കരസ്പർശം ഏറ്റതാണ് ഭഗവാന്റെ പാതാരവിന്ദം. അങ്ങനെയുള്ള പാതാരവിന്ദമാണ് വൃന്ദാവനത്തിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ വൃന്ദാവനത്തിലെ സർവ്വതും സർവ ചെടി കൊടികളും പൂത്ത് കാച്ചുലഞ്ഞു നിന്നു. മാത്രമല്ല അവിടെ ജലം നല്ല തെളിനീരായിട്ട് ഒഴുകാൻ തുടങ്ങി. അവിടെയുള്ള പർവ്വതങ്ങളിൽ എല്ലാ ധാതുക്കളും നിറഞ്ഞു തുളുമ്പി. അങ്ങനെ വയലുകളാണെങ്കിൽ ധാന്യശേഖരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞു. അങ്ങനെ ആകെ സമ്പദ് സമ്പൂരിതമായി എന്ന് വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് കിന്നഭവവും, എവിടെയാ ശോഭിക്കാതിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. സർവടത്തും എന്താണ്? ഐശ്വര്യം വിളയാടി, സർവ ഐശ്വര്യങ്ങളും അവിടെ നിറഞ്ഞു എന്ന് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുകയാണ്. ഹേ കമലാപദേ ത്വയി പാവനേ വൃന്ദാവനേ വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ചരണദ്വന്ദ്വം ദദതി. സതിസപ്തമിയായിട്ട് കേട്ടോ. തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം കിമിവ സമ്പത് സമ്പൂരിതം നഭവൗ. എന്ത് സമ്പത്ത് നിറഞ്ഞതായിട്ട് ഭവിച്ചില്ല എന്ന് ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ്. അവിടെ എല്ലാ സമ്പത്തുകളും ഉണ്ടായി. സർവ ഐശ്വര്യ സമൃദ്ധിമാനായി മാറി ആ വൃന്ദാവനം എന്ന് പറയാണ്. അതിന് കാരണം ലക്ഷ്മീപതിയായ ലക്ഷ്മി ദേവിയാൽ ലാളിക്കപ്പെടുന്ന അങ്ങയുടെ പാതാരവിന്ദത്തിന്റെ സ്പർശനം കൊണ്ടാണ് വൃന്ദാവനം ഇങ്ങനെ സമ്പദ് സമ്പൂരിതമായത് എന്ന് വിഭാവനം ചെയ്യുകയാണ് ഭട്ടതിരിപ്പാട്. ഇപ്പൊ ലക്ഷ്മി വല്ലഭനായ ഭഗവാനെ ഭുവനരക്ഷ നടത്തുന്നതും ശ്രീദേവിയുടെ കൈകളാൽ എപ്പോഴും ലാളിക്കപ്പെടുന്നതുമായ അങ്ങയുടെ പാതാരവിന്ദം ആ മനോഹരമായ വൃന്ദാവനത്തിൽ പതിച്ച ഉടനെ തന്നെ അവിടെയുള്ള വൃക്ഷങ്ങളും വള്ളികളും ജലവും ഗോത്രവും എല്ലാം തന്നെ സമ്പദ് സമൂരിതമായി തീർന്നു. എന്താണ് അവിടെ സമ്പദ് സമ്പൂരിതം അല്ലാതായിട്ടിരുന്നത്? ഒന്നും ഉണ്ടായിരുന്നില്ല. സർവ ഐശ്വര്യ സമ്പൂർണമായിരുന്നു എല്ലായിടത്തും. ഹേ കമലാപദേ ത്വയി പാവനേ വൃന്ദാവനേ വിഹിത ജഗദീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ശരണദ്വന്ദ്വം ദദതി തരുവല്ലരീ സലിലധരണീ ഗോത്രക്ഷേത്രാധികം കിമിവ സമ്പദ് സമ്പൂരിതം ന ഭഭൗ. അങ്ങനെ അത് വർണ്ണിച്ചു കഴിഞ്ഞ അടുത്തതിൽ പറയാണ്, വന്നു ഭഗവാനെ ഇല്ലാതാക്കാനായിട്ട് ഒരു കംസസഖൻ വരികയാണ്. കംസന്റെ കൂട്ടുകാരൻ വത്സാകൃതിയെ പ്രാപിച്ച് പശുക്കിടാവിന്റെ രൂപത്തിലാണ് വന്നത്. പശുക്കുട്ടികളെയാണല്ലോ മേച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണനും സംഘവും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പശുക്കുട്ടിയായിട്ട് തന്നെ വന്നു എന്ന് പറയുകയാണ്. നോക്കിക്കോളാം. വിലസദുലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിതമുരളീനാദഃ സഞ്ചാരയൻ ഖലു വാത്സകം ക്വജന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഃ. ആദ്യത്തില് വീണ്ടും ആ വൃന്ദാവനത്തിന്റെ ഭംഗി പറഞ്ഞുകൊണ്ട് പറയാണ്. വിലസത് ഉലഭേ. ഉലഭം എന്ന് പറഞ്ഞാൽ ഇളം പുല്ല് എന്നർത്ഥം. മൃദുവായ പുല്ല്, അപ്പുണ്ടായിരിക്കുന്ന പുല്ല, തിന്നാൻ തോന്നും പശുക്കൾക്ക്. അങ്ങനെ വിലസത് ഉലഭേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചല മൂർധസു ലളിതമുരളീനാദഃ സഞ്ചാരയൻ ഖലു വാത്സകം ക്വചന ദിവസേ
ദൈത്യം വത്സാകൃതിം ത്വം ഉദൈക്ഷതാഹ. ഇതാണ് പദങ്ങൾ. വിലസത് ഉലഭേ കാന്താരാന്തേ എന്ന് പറഞ്ഞു. വിലസിച്ചു നിൽക്കുകത്രേ ഉലഭങ്ങള്, മൃദു മൃദു പുല്ലുകൾ. ഇങ്ങനെ പച്ച പുല്ല് എന്ന് പറയില്ലേ നമ്മള്, പച്ച പുല്ല്, നല്ല കടുത്ത പച്ച പോലും ആയിട്ടില്ല, ഇളം പുല്ല് നിറച്ചങ്ങോട്ട് ഉണ്ടായിരിക്കുക, വിലസിച്ചിരിക്കുകയാണ് അത്ര. വിലസത് ഉലഭേ, ധാരാളം നല്ല പുല്ലുള്ള കാന്താരം കാട്, കാന്താരാന്തേ കാട്ടിന്റെ അകത്ത്. ഈ വൃന്ദാവനത്തിന്റെ ഉള്ളില് പച്ച വിരിച്ചതുപോലെ പച്ച പുല്ലുകളുണ്ട്. പിന്നെയോ സമീരണ ശീതളേ, സമീരണൻ എന്നുള്ള വാക്കിനർത്ഥം കാറ്റ്, വായു. സമീരണ ശീതളേ, യമുനയല്ലല്ലോ അടുത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ യമുനാ നദിയിൽ തട്ടി വരുന്ന ശീകരങ്ങളോട് കൂടിയതാണ് കാറ്റ്. അപ്പൊ കുളിർ കാറ്റാണ്, നല്ല ശീതളമായ സമീരണൻ. വിപുല യമുനാ തീരെ, വിസ്തൃതമായ യമുനാ തീരം. അങ്ങനെ പിന്നെ ഇവിടെ ഗോവർദ്ധനാചലമൂർധസു, ഗോവർദ്ധന അചലം, ഗോവർദ്ധനം എന്ന പർവ്വതം, അതിന്റെ മൂർധാവ്, മുകൾ തട്ട്. അപ്പൊ അവിടെയൊക്കെയാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത്. എവിടെയൊക്കെ? ധാരാളം പുല്ലുള്ളതായ കാന്താരാന്തേ, കാട്ടിന്റെ അകത്ത്. അപ്പൊ പോയാലേ തന്റെ പശുക്കുട്ടികൾക്ക് തിന്നാൻ വല്ലതും കിട്ടും. പിന്നെ എന്ത് ചെയ്തു? സമീരണ ശീതളേ, നല്ല തണുത്ത കാറ്റ് വീശുന്ന വിപുല യമുനാതീരെ, വിസ്തൃതമായ യമുനാതീരത്തിലും ഗോവർദ്ധന ആചല മൂർധസു, ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തും. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങനെ ലളിത മുരളീനാഥ, ലളിതമായി, മനോഹരമായി, ഭംഗിയായിട്ട്, ലളിതമായിട്ട് കേൾക്കാൻ ഇമ്പമാകുന്ന തരത്തില് എന്ത് ചെയ്തു? മുരളീനാഥ, ഓടക്കുഴൽ ഊതുന്നവനായിട്ട്. ഭഗവാനെയാണ് പറയുന്നത്. ലളിത മുരളീനാഥ എന്നുള്ളതിന് അർത്ഥം ശ്രീകൃഷ്ണ എന്നാണ് ഇവിടെ. വാക്ക് ഒരു മുരളിക്കുമല്ല, നാദത്തിനുമല്ല, ലളിതത്തിനുമല്ല. ഇതെല്ലാം കൂടി ചേർത്ത കൃഷ്ണൻ എന്നുള്ള അർത്ഥത്തിൽ വരികയാണ്. ബഹുവീ സമാസം വന്നതുകൊണ്ടാണ്. ലളിത മുരളീനാഥ, മനോഹരമായി ഓടക്കുഴൽ ഊതുന്നവനായിട്ട് എന്ത് ചെയ്തു? വാത്സകം, വത്സങ്ങളെ ഒന്നിച്ചു പറഞ്ഞു, വാത്സകം, പശുക്കിടാങ്ങളെ മുഴുവൻ സഞ്ചാരയൻ, ചാരിപ്പിക്കുന്ന, സഞ്ചാരയൻ. സഞ്ചരതി എന്നുള്ളതിന് അർത്ഥം സഞ്ചരിക്കുന്നു എന്നൊരർത്ഥം. ചരതി എന്ന് പറഞ്ഞാൽ മേയ്ക്കുന്നു, മേയുന്നു എന്നൊരർത്ഥമുണ്ട്. അപ്പൊ സഞ്ചാരയൻ എന്ന് വെച്ചാൽ മേയ്ക്കുന്നവനായിട്ട്, പുല്ലു തിന്നാൻ വിട്ട് മേയ്ക്കുന്നവനായിട്ട് എന്നർത്ഥം. പശുക്കിടാവിനെ മുഴുവൻ മേച്ചു നടക്കുന്ന സമയത്ത് ഖലു, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ ഭഗവാനെ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ക്വചന ദിവസേ, ഏതോ ഒരു ദിവസം, വത്സ്യാകൃതിം, വത്സാകൃതിം, ഈ പശുക്കിടാവിന്റെ രൂപത്തിൽ ദൈത്യം, അസുരനെ ത്വമുദൈക്ഷതാഹ, അങ്ങ് കണ്ടില്ലേ? ഇതാണ് ചോദിക്കുന്നത്. നിങ്ങളിങ്ങനെ മനോഹരമായിട്ട് പച്ചപ്പുല്ല് വിരിച്ചതായ കാട്ടിന്റെ ഉള്ളിലും, അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റ് വീശുന്ന യമുനാതീരങ്ങളിലും, ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകൾ തട്ടിലും മനോഹരമായി ഓടക്കുഴലൂതിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം പശുക്കിടാവിന്റെ രൂപത്തിൽ വന്ന ദൈത്യനെ, അസുരനെ കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു ഒരു അസുരൻ ഇവരുടെ കൂടെ. പശുവിന്റെ രൂപത്തിൽ വന്നാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ധരിച്ചു. പക്ഷെ എന്തായാലും കോപ്രായം അതിന്റെ മാറില്ലല്ലോ. മാറുവോ? സാധാരണ പശുക്കുട്ടികളിൽ നിന്നും അതിന്റെ സ്വഭാവം അത് കാണിക്കും. നമ്മള് എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് കളവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുഖം തന്നെ വിളിച്ചോതും ഇവൻ കള്ളനാണെന്ന്, അല്ലേ? അത് ആ ഭാവഹാവാദികൾ തന്നെ വരും. അതെന്താ വന്നത് എന്ന് അടുത്ത ശ്ലോകത്തില് വളരെ മനോഹരമായിട്ട് നമ്മുടെ മുമ്പില് പ്രത്യക്ഷപ്പെടുത്തുക. ഇവിടെ എന്ത് ചെയ്തു? വിലസതുല, അപ്പൊ ഒന്നുകൂടി പറയാം. വിലസതുലവേ കാന്താരാന്തേ സമീരണ ശീതളേ വിപുല യമുനാതീരേ ഗോവർദ്ധനാചല മൂർധസു ചാന്നർത്ഥം. എല്ലായിടത്തും ത്വം ലളിത മുരളീനാഥ വാത്സകം സഞ്ചാരയൻ ഖലു ക്വചന ദിവസേ വത്സാകൃതിം ദൈത്യം ഉദൈക്ഷതാഹ. തിരിച്ചറിഞ്ഞു ഭഗവാൻ. ഭഗവാൻ അല്ലെങ്കിൽ തന്നെ സാധാരണക്കാർക്കേ തിരിച്ചറിയാൻ പറ്റും എന്റെ കാട്ടായം കൊണ്ട്. പക്ഷേ ഭഗവാന് തിരിച്ചറിയാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. കണ്ടു എന്ന് പറയാണ്. ഐക്ഷതാഹ ലങ് തന്നെ മധ്യമപുരുഷൻ, കേട്ടോ. ഇനി കണ്ടു, കണ്ടപ്പോ എന്താണ്? അവൻ എങ്ങനെ ഇരിക്കുന്നു എന്നറിയോ? രഭസവില തത്പുച്ഛം വിച്ഛായദോസ്യ വിലോകയൻ കിമപി വലിത സ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം
തമധ ചരണേ ബിഭ്രത് ബിഭ്രാമയൻ മുഹുരുച്ചകൈഃ കുഹജന മഹാവൃക്ഷേ ശിക്ഷേ വിദക്ഷത ജീവിതം. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറയാം. എന്ത് ഭംഗിയായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അതിനെ പരാമർശിച്ചിരിക്കുന്നു നോക്കൂ. ആദ്യം തന്നെ പറയണ രഭസ വിലസ പുച്ഛം. രഭസം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയിട്ട് എന്നർത്ഥം, നല്ല ശക്തിയായിട്ട്. രഭസ വിലസ പുച്ഛം, അത് മറ്റു പശുക്കിടാവ് പോലെയല്ല. ഇടയ്ക്കിടയ്ക്ക് തന്റെ വാലിനെ കാര്യമായിട്ടൊന്ന് അടിക്കും, അങ്ങോട്ട് കിട്ടും. ആ വാലടക്കുമ്പോ തന്നെ കണ്ടാ അറിയാം എന്തോ കുഴപ്പമുണ്ടെന്ന്. അതുപോലെ രഭസ വിലസത് പുച്ഛം, ശക്തിയായി കൂടെ കൂടെ ഇളക്കുകയാണ് വാല്. അങ്ങനെ വിച്ഛായത, വിച്ഛായതൻ എന്ന് പറഞ്ഞാൽ ഇളക്കുന്നവൻ. അതിങ്ങനെ പല പ്രാവശ്യമായിട്ട് വാലിളക്കിക്കൊണ്ട് ഇരിക്കുന്ന വിച്ഛായത എന്ന് ശത്രുപ്രത്യമായിട്ട് ഉപയോഗിച്ചു. ശത്രുപ്രത്യമാക്കി എന്ന് പറയുകയാണ്. അവിടെ വാസ്തവത്തില് വിച്ച് എന്നുള്ള വാക്കിന് അർത്ഥം പോകുക എന്നാണ്. പക്ഷെ അതില് എന്ത് ചെയ്തു, ആയ എന്നുള്ള പ്രത്യയം ചേർത്ത് ഇളക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാക്കി, ഗതി ഉണ്ടാക്കി. എന്തിന്? തന്റെ വാലിനെ അങ്ങോട്ട് ഗതി പിടിപ്പിച്ചു. വാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. രഭസ വിലസത് പുച്ഛം വിച്ഛായതോസ്യ, വളരെ ശക്തിയോടുകൂടി തന്റെ വാലിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാത്രമാണെങ്കിൽ പോലും അറിയില്ല. അടുത്തത് എന്താ കാണിച്ചത് എന്നറിയോ? വലിത സ്കന്ധം, തന്റെ കഴുത്തം അങ്ങോട്ട് പിരിക്കും അത്രേ, തിരിച്ചു. വലിത സ്കന്ധം, കഴുത്ത് പിന്തിരിച്ച് രന്ധ്രപ്രതീക്ഷിതം. അതെ, രന്ധ്രം എന്ന് പറഞ്ഞാൽ ദ്വാരം, പഴുത് എന്നൊക്കെയാണ്. ഇവിടെ പഴുത് എന്ന് പറഞ്ഞാൽ സന്ദർഭം നോക്കിയിരിക്കുക. എപ്പോഴാ ഇവരെ മെക്കെട്ട് കയറാൻ വഴിന്ന് നോക്കി നിൽക്കുന്നത്. രന്ധ്രപ്രതീക്ഷ എന്ന് പറയില്ലേ, അവസരം കാത്തു നിൽക്കുക എന്നൊക്കെ പറയില്ലേ. പഴുത് നോക്കി നിൽക്കുക എന്ന് ഭാഷയിൽ പറയും. പഴുത് നോക്കിക്കൊണ്ടിരിക്കുക അത്രേ. എങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് തിരിച്ച് എപ്പോഴാ കൃഷ്ണന്റെ മീതെ അറ്റാക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. വലിതസ്കന്ധം, പദം പിരിച്ചില്ല അല്ലെ. രഭസ വിലസത് പുച്ഛം വിച്ഛായതഃ അസ്യ വിലോകയൻ കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷം ഉദീക്ഷിതം തം അധ ചരണേ ബിഭ്രത് ബിഭ്രാമയൻ മുഹുഹു ഉച്ഛകൈഃ കുഹജന മഹാവൃക്ഷേ ശിക്ഷേവിധ ക്ഷതജീവിതം. രഭസവിലസത് പുച്ഛം, ശക്തിയായി കൂടെ കൂടെ ഇളക്കുകയാണ്. അങ്ങനെ വിച്ഛായതഹാസ്യ, ഇളക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ. വലിതസ്കന്ധം, മുഖം തിരിച്ച് രന്ധ്രപ്രതീക്ഷിതം, രന്ധ്രപ്രതീക്ഷം, ആ തരം നോക്കി നിൽക്കുക, പഴുതു നോക്കി നിൽക്കുന്ന കിമപി ഉദീക്ഷിതം, അവന്റെ നോട്ടം. ഇത് രണ്ടും കണ്ടു ഭഗവാൻ. അതിന്റെ വാലിട്ട് ഇളക്കുന്നതും കണ്ടു, മുഖം തിരിച്ചേതോ പഴുതു നോക്കി നിൽക്കുന്ന അവന്റെ ദൃഷ്ടിയെയും കണ്ടു. വിലോകയൻ, കണ്ടവനായ ഭഗവാൻ. അതത്വം ചരണേ ബിഭ്രത്, വേഗം പോയി അവന്റെ രണ്ട് പിൻകാലുകൾ അങ്ങോട്ട് കൈ പിടിച്ചു. ചരണേ ബിഭ്രത്, ആ കാലങ്ങട് കടന്നു പിടിച്ചിട്ട് തം, അവനെ എന്ത് ചെയ്തു? മുഹുഹു ഉച്ഛകൈഹി വിഭ്രാമയൻ, വേഗത്തിലെടുത്ത് ഒരു കറക്കല്ല, ഒരു 3-4 കറക്ക് കറക്കി. മുഹുഹു വിഭ്രാമയൻ എന്നാ പറഞ്ഞ. വീണ്ടും വീണ്ടും അങ്ങോട്ട് ഉച്ചത്തിൽ പലവട്ടം ചുഴറ്റിയിട്ട് ആ ത്രോബോളൊക്കെ എറിയില്ലേ, അതുപോലെ തന്നെ ക്ഷതജീവിതം, ഈ ചുറ്റലിൽ തന്നെ എന്റെ പ്രാണൻ പോയി കഴിഞ്ഞു. ക്ഷതജീവിതമാണ്, ജീവിതം നഷ്ടപ്പെട്ടവനെ. കുഹജന മഹാവൃക്ഷേ ശിക്ഷേഭിത, എവിടെയോ നിൽക്കുന്ന ഒരു വലിയ മരത്തിന്റെ മീതേക്ക് വലിച്ചെറിഞ്ഞു. അല്ലേ ഗുരുവായൂരപ്പാന്ന് ചോദിക്കുകയാണ്. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ശക്തിയോടെ വാലിട്ടിളക്കുന്നവനും പുറം തിരിഞ്ഞ് അവസരം കാത്തുനിന്ന് നോക്കുന്നവനുമായ അവനെ കണ്ടിട്ട് വേഗം തന്നെ അവന്റെ 2 കാലുകളും പിടിച്ച് പലവട്ടം ചുഴറ്റി പ്രാണൻ പോയതായ അവനെ ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് അന്വയം നോക്കൂ. രഭസ വിലസത് പുച്ഛം വിച്ഛായതഃ അസ്യ വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷം കിമപി ഉദീക്ഷിതം വിലോകയൻ. മറ്റതൊക്കെ ദ്വിതീയ പറഞ്ഞതൊക്കെ അസുരനെ, വിലോകയൻ എന്നുള്ളത് ഭഗവാനെടുത്തു. അധത്വം ശരണേ ബിഭ്രത് ത്വം മുഹുഹു ഉച്ഛകൈഹി വിഭ്രാമയൻ
ശതജീവിതം കുഹജന മഹാവൃക്ഷേ ശിക്ഷേ വിധ. ഏതോ ഒരു മരത്തിലേക്ക് ഒരൊറ്റ ഏറ് വെച്ച് കൊടുത്തു എന്ന്. ശക്തിയായി കൂടെ കൂടെ വാലിളക്കിക്കൊണ്ട് നിൽക്കുന്നവനും കഴുത്ത് പിന്തിരിച്ച് തരം നോക്കി നിൽക്കുന്നവനുമായ അവനെ കണ്ടവനായ അങ്ങ് കാലുകളെ പിടിച്ച് പല പ്രാവശ്യം വട്ടം കറക്കി പ്രാണൻ പോയതായ അവനെ ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന്. രഭസവിലസത്പുച്ഛം വിച്ഛായദഃ അസ്യ വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷം കിമപി ഉദീക്ഷിതം വിലോകയൻ അധത്വം ശരണേ ബിഭ്രത് തം മുഹുഹു ഉച്ചകൈഃ വിഭ്രാമയൻ ക്ഷതജീവിതം കുഹജന മഹാവൃക്ഷേ ശിക്ഷേവിധ. അങ്ങനെ വലിച്ചെറിഞ്ഞു കൊന്നു. കൊന്നിട്ടാണ് വലിച്ചെറിഞ്ഞത്. അവന്റെ പ്രാണൻ പോയപ്പോ അവനെ പിടിച്ചു മരത്തിലേക്ക് ഒരു ഏറ് കൊടുത്തു. അവിടെ എന്താ ഉണ്ടായതപ്പോ? നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തക്ഷണം നിപതജനവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷതകാനനേ ദിവി പരിമിളവൃന്ദാഃ വൃന്ദാരകാ കുസുമോത്കരൈഃ ശിരസി ഭവതോ ഹർഷാദ് വർഷന്തി നാമ തദാ ഹരേ. നിപതതി മഹാദൈത്യേ ജാത്യാ ദുരാത്മനി തക്ഷണം നിപതന ജവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷതകാനനേ. ഒന്നിച്ചാണ് വാക്ക്. നിങ്ങൾക്ക് വാക്കുകൾ അറിയാൻ വേണ്ടി പറഞ്ഞു. നിപതന ജവക്ഷുണ്ണ ക്ഷോണീരുഹക്ഷതകാനനേ ദിവി പരിമിളവൃന്ദാഃ വൃന്ദാരകാഃ കുസുമോത്കരൈഃ ശിരസി ഭവതഃ ഹർഷാദ് വർഷന്തി നാമ തദാ ഹരേ. ഹേ ഹരേ എന്നാണ് പറയുന്നത് സംബോധന. അവൻ എങ്ങനെയാണ്? ദുരാത്മനി, ദുഷ്ടാത്മാവാണവൻ. ജാത്യാ ദുരാത്മനി, ജന്മനാവേ ദുഷ്ടൻ. ജനിക്കുമ്പോഴേ ചിലവര് ദുഷ്ടനായിട്ട് വരും. അങ്ങനെ ജന്മനാ ദുഷ്ടനാണവൻ. അങ്ങനെയുള്ളവൻ മഹാദൈത്യൻ, വലിയ അസുരൻ അല്ലെ. അങ്ങനെ വലിയതായ ആ രാക്ഷസൻ, അസുരൻ, രാക്ഷസൻ എന്നൊക്കെ പറയാം, ദൈത്യൻ. അതെങ്ങനെയുള്ളതാണ്? മഹാദൈത്യനാണ്, തടിമാടൻ അല്ലെ, ഒരു ഗുണ്ടപ്പനാണ്. അങ്ങനെയുള്ളതായ ദുഷ്ടാത്മാവായ ആ മഹാദൈത്യൻ നിപതനം പതിക്കുന്ന നേരത്ത് ജവ വേഗത കൊണ്ട് ക്ഷുണ്ണക്ഷോണീരുഹം നശിപ്പിക്കപ്പെട്ടതായ തട്ടിത്തകർക്കപ്പെട്ടതായ ക്ഷോണീരുഹം. ക്ഷോണി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയിൽ ഉണ്ടാവുന്നത് വൃക്ഷങ്ങള്, ക്ഷോണീരുട്ടുകള്. ആ വൃക്ഷങ്ങളെ അതുകൊണ്ട് ക്ഷതകാനനം പെട്ടെന്ന് തകർത്തു അത്രേ കാടിനെ മുഴുവൻ. ആ വലിയ ശരീരമുള്ള ദുഷ്ടാത്മാവായ ആ ദൈത്യൻ പതിക്കുന്ന നേരത്ത് കാട്ടിലുള്ള വൃക്ഷങ്ങളെയൊക്കെ തട്ടിയിട്ട് കാടിനെ നശിപ്പിച്ചുകൊണ്ടാണ് പതിച്ചത് എന്ന് പറയണം. വീഴുന്ന വീഴ്ചയുടെ വേഗത കൊണ്ട് വൻമരങ്ങളെ മുഴുവൻ തട്ടി കാട് മുടിച്ചു. അങ്ങനെ വീണപ്പോൾ നിപതതി സതി, വീണപ്പോഴ് ഇങ്ങനെ ഈ അസുരൻ മരിച്ചു വീണു, വൃക്ഷങ്ങളെയും തട്ടി കാട് നശിപ്പിച്ചുകൊണ്ട് വീണു എന്ന് കണ്ടപ്പോഴേക്കും ദിവി, സ്വർഗത്തിൽ നിൽക്കുന്ന, ആകാശത്ത് നിൽക്കുന്ന, പരിമിള കൂടിച്ചേർന്ന് നിൽക്കുക, പരിമിളതി എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് നിൽക്കുന്ന വൃന്ദാഹ, തിങ്ങിക്കൂടിയ സമൂഹമാണ് വൃന്ദാരകാഹ, ദേവന്മാർ. ഒന്നിച്ചു കൂടിയതായ ദേവന്മാര് മുഴുവൻ ഹർഷാദ്, സന്തോഷാദിലേക്ക് എത്താൽ ഭവതഃ ശിരസി, അങ്ങയുടെ ശിരസിൽ കുസുമോത്കരൈഹി, പുഷ്പ പൂമഴകളെ കൊണ്ട് തഥാ വർഷന്തി സ്മ, പൂമഴ അങ്ങോട്ട് പൊഴിച്ചു. ദേവന്മാരൊക്കെ ഭഗവാന്റെ ശിരസിൽ പൂമഴ തൂകി എന്ന് പറയാണ്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? അല്ലയോ ഗുരുവായൂരപ്പ, ജന്മനാ ജാത്യാദുരാത്മനീ മഹാദൈത്യേ, ജന്മനാ തന്നെ ദുഷ്ടാത്മാവായ ആ തടിമാടനായ രാക്ഷസൻ നിപതനജപ, വീഴ്ചയുടെ ശക്തി കൊണ്ട് ക്ഷുണ്ണക്ഷോണീരുഹക്ഷതകാനനെ, പതിച്ചതായ വൃക്ഷങ്ങളാൽ കാട് മുഴുവൻ നശിപ്പിക്കപ്പെട്ടപ്പോൾ
നശിപ്പിച്ചുകൊണ്ട് തക്ഷണം നിപതതി, ആ സമയത്ത് പതിച്ചപ്പോൾ കാടിനെ മുഴുവൻ നശിച്ചുകൊണ്ടാണ്. വീഴ്ചയുടെ വേഗത്തിൽ വീഴുമ്പോൾ മരങ്ങളെയൊക്കെ കട പൊക്കി താഴത്തിട്ട് കാട് മുഴുവൻ നശിപ്പിച്ചു. അതിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടാ വീണത്. ആ വീണ സമയത്ത് ദിവി പരിമള വൃന്ദാഹ വൃന്ദാരകാഹ, ആകാശത്ത് കൂട്ടം കൂട്ടമായി നിന്നിരുന്നതായ ആ ദേവന്മാരെല്ലാം ഹർഷാദ്, സന്തോഷം കൊണ്ട്, ഭവതഹ ശിരസി, ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ശിരസിൽ കുസുമോത്കരൈതദാ വർഷന്തി സ്മ, പൂക്കളെ കൊണ്ട് ശിരസിൽ അങ്ങോട്ട് പൊഴിച്ചു, പൂമഴ പെയ്യിച്ചു എന്ന്. എല്ലാവരും കൂടി അങ്ങോട്ട് പൂ വിതറി, പുഷ്പങ്ങൾ അങ്ങോട്ട് വർഷിച്ചു. ആരുടെ തലയില്? ഭഗവാന്റെ തലയില്. എപ്പോഴാണ്? ദുഷ്ടാത്മാവായ മഹാദൈത്യൻ വീഴുന്ന വീഴ്ചയുടെ ശക്തി കൊണ്ട് ആ വൃക്ഷങ്ങളെയും തട്ടി കാട് മുടിച്ചുകൊണ്ടാണ് നിലത്ത് പതിച്ചത്. ആ നിലത്ത് പതിച്ച ഉടനെ തന്നെ ദേവന്മാർ കയ്യിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് അങ്ങയുടെ ശിരസിൽ വർഷിച്ചു എന്ന് ഗുരുവായൂരപ്പനോട് ആ സംഭവം നേരിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ഭട്ടതിരിപ്പാട്. നന്മയെ നോക്കിക്കോളോ. ഹേ ഹരേ ജാത്യാ ദുരാത്മനി മഹാദൈത്യേ നിപതന ജവ ക്ഷുണ്ണ ക്ഷോണീരുഹ ക്ഷതകാനനേ ക്ഷണം നിപതതി തക്ഷണം നിപതതി ദിവി പരിമളവൃന്ദാഹ വൃന്ദാരകാഹ ഹർഷാദ് ഭവതഃ ശിരസി കുസുമോത്കരൈഃ തദാ വർഷന്തി നാമ. ഹേ ഹരേ ജാത്യാ ദുരാത്മനി മഹാദൈത്യേ നിപതനജവ ക്ഷുണ്ണ ക്ഷോണീരുഹ ക്ഷതകാനനേ തൽക്ഷണം നിപതതി സതീനർത്ഥം. ദിവി പരിമള വൃന്ദാഹ വൃന്ദാരകാഹ ഹർഷാദ് ഭവതഃ ശിരസി കുസുമോത്കരൈഃ തദാ വർഷന്തി സ്മ. അല്ലയോ ഗുരുവായൂരപ്പ, ജാത്യാ ദുഷ്ടനായ ആ തടിമാടൻ രാക്ഷസൻ വീഴ്ചയുടെ വേഗത കൊണ്ട് വൻമരങ്ങളെ മുഴുവൻ തട്ടി കാട് നശിപ്പിച്ചുകൊണ്ട് താഴേക്ക് പതിക്കുന്ന സമയത്ത് ആകാശത്ത് തിങ്ങിക്കൂടി നിന്നതായ ദേവന്മാർ അങ്ങയുടെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു എന്നാണ് അർത്ഥം. അപ്പല്ലേ ജപം എന്ന് പറഞ്ഞാൽ വേഗത, നിപതനം എന്ന് പറഞ്ഞാൽ വീഴ്ച. അതുകൊണ്ട് തന്നെ ക്ഷുണ്ണക്ഷോണീരഹങ്ങളാണ്, തട്ടിയിടപ്പെട്ടതായ വൃക്ഷങ്ങളാണ്. അതുകൊണ്ട് ക്ഷതമാണ് കാനനം, മുടിക്കപ്പെട്ടതാണ്, നശിപ്പിക്കപ്പെട്ടതാണ് കാട്. ഈ മരങ്ങളൊക്കെ കൂടെ വീണപ്പോ കാടാകെ നശിച്ചു. അങ്ങനെയുള്ള സമയത്ത് ദേവന്മാരെല്ലാവരും കൂടി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു. അങ്ങനെ പൂമഴ തലയിൽ വീഴുകയാണ്. അപ്പൊ നമ്മുടെ ഗോപകുമാരന്മാർക്ക് ഒരു സംശയം, ആകാശത്തിൽ നിന്ന് എങ്ങനെയാ പൂക്കൾ വീഴുന്നത്? എന്താ മരത്തിൽ നിന്നല്ലേ പൂ വീഴുകൊണ്ട്? ഈ ഇടയ കുട്ടികൾ സംശയം ചോദിക്കുകയാണ്. അതിന് ഭഗവാൻ പറയുന്ന രസമായ ഉത്തരം കേട്ടോ. സുരഭിലതമാമൂർധന്യൂർധ്വം കുതഃ കുസുമാവലീ നിപതതിതവേത്യുക്തോ ബാലൈ സഹേലമുദൈരയഃ ഝടിതിതനുജക്ഷേപേണോർധ്വം ഗതസ്തരുമണ്ഡലാത് കുസുമനികരസോയം നൂനം സമേതി ശനൈരിതി. അല്ല, ഭഗവാന്റെ ഉത്തരാണ്. കൂട്ടുകാരിലെ തന്റെ ദിവ്യത്വം പ്രകടിപ്പിച്ചിട്ടില്ല, അവർക്കൊട്ട് ദിവ്യത്വം അറിയുമില്ല. അറിയാത്ത അവരോട് പറയാണ് ഭഗവാൻ. കുട്ടികൾ ചോദിക്കുകയാണ്, പദം പിരിക്കാം. സുരഭിലതമാ മൂർധനി ഊർധ്വം കുതഃ കുസുമാവലി നിപതതി തവ ഇതി ഉക്തഃ ബാലൈഃ സഹേലം ഉദൈരയഃ ഝടിതി ധനുജക്ഷേപേണ ഊർധ്വം ഗതഃ തരുമണ്ഡലാത് കുസുമനികരഃ സഹ അയം നൂനം സമേതി ശനൈഃ ഇതി. എന്താ ചോദിച്ചത്? തവ മൂർധനി, കൃഷ്ണ കൃഷ്ണ നിന്റെ തലയില് ഇതാണ് പറയുന്നത് കൂട്ടുകാര്. സുരഭിലതമാ കുസുമാവലി, നല്ല സുഗന്ധമുള്ള പൂക്കള്. ഊർധ്വം, മുകളിൽ നിന്ന് കുതഹാനിപതി, എവിടുന്നാ വീണത്? തലയിലൊക്കെ നല്ല മണമുള്ള പൂക്കൾ വീഴുന്നുണ്ടല്ലോ. ഈ പൂക്കൾ എവിടുന്നാ വീഴുന്നത് എന്നാണ് ഈ കുട്ടികൾ ചോദിക്കുന്നത്. ഇതി ബാലൈഹി ഉക്തഃ, ഇപ്രകാരം ഇടയ ബാലകന്മാരാൽ പറയപ്പെട്ടവനായ ഹേ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് ധനുജക്ഷേപേണ, ഞാൻ ഈ അസുരനെ എടുത്ത് എറിഞ്ഞില്ലേ, അപ്പോൾ തരുമണ്ഡലാത്, ഈ വൃക്ഷക്കൂട്ടങ്ങളിൽ നിന്നും
ജഡിതി പെട്ടെന്ന് ഊർധ്വം ഗതഃ സഹായം മുകളിലേക്കിതായ ഈ പോയതായ കുസുമനികരഹ പൂക്കൾ കൂട്ടങ്ങളാണ് ശനൈ സമേതി പതുക്കെ എന്റെ തലയിൽ വീഴുന്നത് നൂനമിതി തീർച്ച അത് തന്നെ എന്ന് സഹേലം പരിഹാസമായിട്ട് ഉദൈരയഹ പറഞ്ഞു. ഇവരൊക്കെ കൂടി കുട്ടികളൊക്കെ കൂടെ ചോദിച്ചു ഇതെന്താ ഈ മണമുള്ള പൂക്ക ആകാശത്തിൽ നിന്ന് വീഴുന്നത് എന്ന്. അപ്പൊ ഭഗവാൻ എന്ത് പറയാണ്, ഞാനിവിടെ ശക്തിയോടെ ആ അസുരനെ എറിഞ്ഞില്ലേ, അപ്പൊ ആ വൃക്ഷങ്ങളിലുള്ള പൂക്കൾ മേലോട്ട് പോയതാണ്, ആ മേലോട്ട് പോയ പൂക്കൾ പതുക്കെ വർഷിക്കുന്നതാണ് എന്ന് തമാശയായിട്ട് പറഞ്ഞു. ഭഗവാന്റെ വൈഭവത്തെ അവരൊട്ട് അറിഞ്ഞുമില്ല, ദിവ്യത്വത്തെ ഭഗവാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതുമില്ല. മനസ്സിലായോ? അവർക്ക് തന്റെ ദിവ്യത്വത്തെ പറഞ്ഞു കൊടുത്തില്ല, അവര് ദിവ്യത്വത്തെ മനസ്സിലാക്കിയില്ല. എവിടുന്നോ പൂവ് വീഴുന്നുണ്ടല്ലോ, ആകാശത്തിൽ നിന്ന് എവിടുന്നാണ് പൂവ് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ ഞാൻ ആ ധനുജന്റെ ശരീരം എറിഞ്ഞപ്പോൾ മരത്തിൽ നിന്നും മേലോട്ട് പോയ പൂക്കള് പതുക്കെ വർഷിക്കുകയാണ് താഴത്തേക്ക് എന്നാണത്രേ സഹേലം എന്നാ പറഞ്ഞ പരിഹാസത്തോടു കൂടി ഭഗവാൻ പറഞ്ഞത്. എന്തൊരു ഭാവനയാണല്ലേ, ഭാവനയോടുകൂടി പറയാണ് ഇവിടെ. തവ മൂർധനി അങ്ങയുടെ ശിരസിൽ മൂർധാവിൽ, മൂർധൻ എന്ന ശബ്ദത്തിന്റെ സപ്തമി, സുരഭിലതമാ നല്ല സുഗന്ധമുള്ള വാസനയുള്ള കുസുമാവലി ഈ പൂക്കള്, കുസുമകളുടെ നിരം നിറച്ചു പൂക്കള്, ഊർധ്വം മുകളിൽ നിന്ന്, മുഖം കുതഹ മുകളിൽ എവിടെ നിന്ന് നിപതതി പതിക്കുന്നു. ഇതാണ് കുട്ടികളുടെ ചോദ്യം. നല്ല മണമുള്ള പൂക്കള് ആകാശത്തിൽ നിന്ന്, എവിടുന്ന് ആകാശത്തിൽ നിന്ന് പറഞ്ഞില്ല, മുകളിൽ നിന്ന് എവിടുന്നാ പതിക്കുന്നത് എന്ന്, അതും അങ്ങയുടെ ശിരസിൽ എന്ന്. ഇതി ബാലൈഹി ഉക്തഹ ഇപ്രകാരം ബാലന്മാരാൽ പറയപ്പെട്ടപ്പോൾ ഹേ ഗുരുവായൂരപ്പ ത്വം അങ്ങ് എന്താ പറഞ്ഞത്, ധനുജക്ഷേപേണ അസുരനെ വലിച്ചെറിഞ്ഞപ്പോൾ തരുമണ്ഡലാത് ആ വൃക്ഷക്കൂട്ടങ്ങളിൽ നിന്നും ജഡിതി ഊർധ്വം ഗതഃ പെട്ടെന്ന് മേലോട്ട് പോയ സോയം കുസുമനികരഹ ആ പൂക്കളുടെ കൂട്ടങ്ങളാണ് ശനൈഹി സമേതി പതുക്കെ താഴോട്ട് വീഴുന്നത് എന്ന് സഹൈലം കളിയായിട്ട് ഉദൈരയഹ അങ്ങ് പറഞ്ഞു. കുട്ടികൾ ചോദിച്ചു, അതിന് അതേപോലെ ഉത്തരം കൊടുത്തു ഭഗവാൻ. എവിടുന്നാണ് അല്ലയോ കൃഷ്ണ നിന്റെ തലയില് ഈ പൂക്കൾ എവിടുന്നാ പതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ഞാൻ എറിഞ്ഞ ധനുജന്റെ ശരീരം കൊണ്ട് ഈ പൂക്കളൊക്കെ മേലോട്ട് പോയതാണ്, പോയ പൂക്കൾ പതുക്കെ എന്റെ തലയിൽ വീഴുന്നു എന്ന്. ഭഗവാൻ തന്റെ ദിവ്യത്വത്തെ ഇടയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല, ഇടയ കുട്ടികൾ ഭഗവാന്റെ ദിവ്യത്വത്തെ സ്വയമൊട്ട് മനസ്സിലാക്കിയതുമില്ല എന്ന്. അതാണ് കാര്യം. ഒരിക്കൽ കൂടെ അന്വയം പറയാം. തവ മൂർധനി സുരഭിലതമാ കുസുമാവലി ഊർധ്വം കുതഃ നിപതതി ഇതി ബാലൈഹി ഉക്തഃ ത്വം ധനുജക്ഷേപേണ തരുമണ്ഡലാത് ജഡിതി ഊർധ്വം ഗതഃ സോയം കുസുമനികരഃ ശനൈ സമേതി നൂനം ഇതി സഹേലം ഉദൈരയഃ. അങ്ങയുടെ തലയില് ഈ നല്ല വാസനയുള്ള പൂക്കള് മുകളിൽ എവിടെ നിന്നാണ് പതിക്കുന്നത് എന്ന് ബാലന്മാരാൽ ചോദിക്കപ്പെട്ടപ്പോൾ അസുരനെ വലിച്ചെറിഞ്ഞപ്പോൾ മരങ്ങളിൽ നിന്നും പെട്ടെന്ന് മുകളിലേക്ക് തെറിച്ചു പോയതായ ആ പൂക്കൾ തന്നെയാണ് പതുക്കെ താഴോട്ട് വീഴുന്നത് എന്ന് കളിയായിട്ട് ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പ അങ്ങ് മറുപടി പറഞ്ഞു. തപമൂർധനി സുരഭിലതമാ കുസുമാവലി ഊർധ്വം കുതഃ നിപതതി ഇതി ബാലൈഹി ഉക്തഃ ത്വം ധനുജക്ഷേപേണ തരുമണ്ഡലാത് ജഡിതി ഊർധ്വം ഗതഃ സോയം കുസുമനികരഃ ശനൈ സമേതി നൂനം ഇതി സഹേലം ഉദൈരയഃ. ഇനി അടുത്ത ആളെ കൊല്ലുന്ന കാര്യം പറയാണ്. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാദവേ തപനതനയാ പാഥഃ പാദും ഗദാവഗദാദയഃ ചലിതഗരുദം പ്രേക്ഷാമാസുർഭഗം ഖലു വിസ്മൃതം ക്ഷിതിധരഗരുച്ഛേദേ കൈലാസശൈലമിവാപരം. ക്വചന ദിവസേ ഭൂയഃ ഭൂയസ്തരേ പരുഷാദവേ തപനതനയാ പാഥഃ പാദും ഗദാഃ ഭവദാദയഃ
ക്ഷിതിധര ഗരുച്ഛേദേ ചലിതഗരുദം പ്രേക്ഷാമാസുഹു ഭഗം ഖലു വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ കൈലാസശൈലം ഇവ അപരം. ക്വചന ദിവസേ, ഒരു ദിവസം, ഭൂയഃ വീണ്ടും, ഭൂയസ്തരെ വല്ലാത്ത നല്ല ശ്രേഷ്ഠമായ, പരുഷാദവേ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത്, തപന തനയാ പാദ, തപനൻ എന്ന് വെച്ചാൽ സൂര്യൻ, തപന തനയാ സൂര്യപുത്രി യമുന, തപന തനയാ പാദ എന്ന് പറഞ്ഞാൽ സൂര്യപുത്രിയായ യമുനയിലെ ജലം. ആ ജലത്തിനെ പാതുംഗദാഹ കുടിക്കാൻ വേണ്ടി പോയി. ചുട്ടു പൊള്ളിയപ്പോഴേ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ യമുനാ നദിയിലേക്ക് പോവുകയാണ്. ആരാണ്? ഭവദാദേഹ എന്ന് പറഞ്ഞ അങ്ങും അങ്ങയുടെ കൂട്ടുകാരും എല്ലാവരും കൂടി പോയിരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? പ്രേക്ഷാമാസുഹു കണ്ടു. എന്തിനെ കണ്ടു? ഭഗം പ്രേക്ഷാമാസുഹു, ഒരു കൊറ്റിയെ കണ്ടു, ഒരു കൊക്കിനെ കണ്ടു. ആ കൊക്ക് എങ്ങനെയാണ്? ചലിത ഗരുദം, തന്റെ ചിറക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ചിറക് ആട്ടിക്കൊണ്ടിരിക്കുന്ന, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഗരുത്തം എന്ന് പറഞ്ഞാൽ ചിറക്, ചിറകിനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു. ഏതുപോലെ? അപരം കൈലാസ ശിഖരം ഇവ, കൈലാസ ശൈലം ഇവ, ഒരു കൈലാസ പർവ്വതം പോലെ. കൈലാസം വെള്ളിമാമലയാണല്ലോ, വെളുവിളേന്നുള്ളതായ ഒരു കൊക്ക്. ആ കൊക്ക് തന്റെ ചിറകും ഇളക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. ഓ, അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു എന്നും ആ ചിറകുകളെ മുഴുവൻ ഇന്ദ്രൻ തന്റെ വാള് കൊണ്ട് വെട്ടിക്കളഞ്ഞു എന്നും ഒരു സങ്കല്പമുണ്ട്. ഇവിടെ പറയണ ക്ഷിതിധര ഗരുച്ഛേദേ, ക്ഷിതിധരൻ പർവ്വതം, ഗരു എന്ന് പറഞ്ഞാൽ ചിറക്, പർവ്വതങ്ങൾക്കുണ്ടായ ചിറകില് ഛേദേ ഛേദനം ചെയ്യുന്ന സമയത്ത് വിസ്മൃതം കലു മറന്നുപോയതോ എന്ന് തോന്നും. എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് വെട്ടിയപ്പോൾ മറന്നുപോയ മറ്റൊരു കൈലാസ പർവ്വതം പോലെ ഒരു കൊക്ക് തന്റെ ചിറകാട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. ആ കൊക്കിനെ കണ്ട പർവ്വതം കണക്ക്. അപ്പൊ പർവ്വതത്തിന് ചിറകുണ്ടോന്ന് വെച്ചാൽ എല്ലാ ചിറകിനെയും വെട്ടി ഇത് മറന്നുപോയതാണോ എന്ന് സംശയം. ആ മട്ടില് നല്ല വെളുവെളുവെളേ കളറില് കൈലാസ പർവ്വതത്തെ പോലെ ഇരിക്കുന്ന, തന്റെ ചിറകാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുഷ്ടനായ കൊക്കിനെ കണ്ടു. എപ്പോഴാണ് കണ്ടത്? നല്ല വേനൽക്കാലം, ദാഹിച്ചു വലഞ്ഞ് എല്ലാവരും യമുനാ നദിയിൽ ചെന്ന് വെള്ളം കുടിക്കാൻ പുറപ്പെട്ട സമയത്ത് അവിടെയാണ് കൊക്കിനെ കണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് പദങ്ങള്. എന്തൊക്കെയാണ്? ഭൂയഃ ക്വചന ദിവസേ, ഭൂയക്വചന ദിവസേ, പിന്നെയും ഒരു ദിവസം, ഭൂയസ്തരേ പരുഷാദവേ കൊടും വെയിലിൽ, തപനതനയാ പാദ യമുനാ നദിയിലെ വെള്ളത്തിനെ പാതും കുടിക്കുവാനായി, ഗദാഹ ഭവദാദയഃ പോയവരാണ് നിങ്ങളും കൂട്ടുകാരും, അല്ലയോ ഗുരുവായൂരപ്പ. ക്ഷിതിധര ഗരുച്ഛേദേ വിസ്മൃതം കലു, പർവ്വതങ്ങളുടെ ചിറക് വെട്ടിയപ്പോൾ മറന്നുപോയത്, ഇന്ദ്രനാൽ മറക്കപ്പെട്ടതായ അപരം കൈലാസ ശൈലം ഇവ, മറ്റൊരു കൈലാസ പർവ്വതം പോലെ, ശലിതഗരുദംബകം ഇളകുന്ന ചിറകുകളോട് കൂടിയ കൊക്കിനെ പ്രേക്ഷാമാസുഹു കണ്ടെത്തി. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കൊക്കിനെ കണ്ടു. ആ കൊക്ക് തന്റെ ചിറകിട്ട് ഇളക്കുകയായിരുന്നു. കണ്ടാ കൈലാസ പർവ്വതമോ എന്ന് തോന്നും. പർവ്വതങ്ങളുടെ ചിറകൊക്കെ മുറിച്ചതിലേക്ക് മറന്നുപോയതാണോ എന്ന് തോന്നും. അതായത് പർവ്വതങ്ങളെ ചിറക് വിട്ടുമ്പോൾ വിട്ടുപോയതായ കൈലാസ പർവ്വതമാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് തോന്നുമാറ് തന്റെ ചിറകും ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൊക്കിനെ കണ്ടു. എപ്പോഴാണ് കണ്ടത്? നല്ല വേനൽക്കാലത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി യമുനയിലേക്ക് അങ്ങും കൂട്ടരും പോയപ്പോൾ. ഇതാണ് സന്ദർഭം. ഭൂയഃ ക്വചന ദിവസേ ഭൂയസ്തരേ പരുഷാദവേ തപനതനയാ പാദഃ പാതും ഗദാഃ ഭവദാദയഃ ക്ഷിതിധര ഗരുച്ഛേദേ വിസ്മൃതം ഖലു അപരം കൈലാസശൈലം ഇവ ചലിത ഗരുദം ഭഗം പ്രേക്ഷാമാസുഹു. ഭാഗവതത്തിൽ പറയണ തേ തത്ര തൃസുർബാലാഃ മഹാസത്വമവസ്ഥിതം തത്ര സുവർജ നിർഭിന്നം ഗിരേ ശൃംഗമിവച്യുതം. പർവ്വതത്തിന്റെ ഒരു കൊടുമുടി വന്ന് നിൽക്കുകയാണോ എന്ന് തോന്നും. അതുപോലുള്ളതായ ഒന്നിനെ കണ്ടു. ഇവിടെ കൂടുതൽ ഭാവനാ സൗന്ദര്യത്തോടു കൂടിയാണ് ഭട്ടതിരിപ്പാട് വർണ്ണിച്ചത്, അല്ലെ? മറന്നുപോയി എന്ന്, പർവ്വതത്തിന്റെ ചിറക് വെട്ടുമ്പോ മറന്നുപോയതോ എന്ന് തോന്നുമാറ് പർവ്വതം കണക്കെ വലുതായ ഒരു കൊറ്റി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുകയാണ്. ഇവർ വെള്ളം കുടിച്ചിരിക്കുകയാണ്. ആര് വെള്ളം കൊടുക്കുകയാണ്? ആര്? കൂടെ വന്നിരിക്കുന്നവരൊക്കെ.
പിബതി സലിലം ഗോപവ്രാതേ ഭവന്തമഭിദ്രുതഃ സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനർദ്രുതമുദ്വകൻ ഉദ്വമൻ ദലയിതുമഗാത് ത്രോട്ട്യാഃ കോട്യാദദാശു ഭവാൻ വിഭോ ഖലജനവിദാ ചുഞ്ചു പ്രഗൃഹ്യ ദദാരതം. എന്ത് ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കണം നോക്കൂ. എന്താണ്? പിബതി സലിലം, സലിലം പിബതി സതി, വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ആര്? ഗോപവ്രാതേ, ഗോപസമൂഹം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തം അഭിദ്രുതഃ സഹാ കില നിഖിലൻ അഗ്നിപ്രഖ്യം പുനഃ ദ്രുതം ഉദ്വമൻ ദലയിതും അഗാദ് ത്രോട്ട്യാഃ കോട്യാ തദാ ആശു ഭവാൻ വിവോ ഖലജനബിദാ ചഞ്ചു പ്രഗൃഹ്യ ദദാര തം. പിബതി സലിലം ഗോപവ്രാതേ, ഗോപവ്രാതേ പിബതി സലിലം പിബതി സതി. ഈ ഗോപസമൂഹങ്ങൾ മുഴുവൻ വെള്ളം കുടിക്കാൻ ആഞ്ഞു നിന്നപ്പോൾ എല്ലാവരും വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ കൃഷ്ണൻ വെള്ളം കുടിക്കുന്നില്ല, അവരൊക്കെ കുടിച്ചു കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഭവന്തം അഭിദ്രുതഃ, അങ്ങയുടെ നേർക്ക് ഓടി വന്നു ആ കൊക്ക്. എന്നിട്ട് എന്ത് ചെയ്തു? നിഖിലൻ, വിഴുങ്ങി. ഭഗവാനെ എടുത്തൊരൊറ്റ വിഴുങ്ങൽ വിഴുങ്ങി. വിഴുങ്ങിയപ്പോഴോ അഗ്നിപ്രഖ്യം കില, അഗ്നിക്ക് തുല്യം ചുട്ട് പൊള്ളാൻ തുടങ്ങി ഉള്ളില്. അപ്പൊ അഗ്നിപ്രഖ്യം കില, തീ പോലെ ഇങ്ങോട്ട് പൊള്ളിപ്പോയതിനാൽ പുനഃ ദ്രുതം ഉദ്വമൻ, നമ്മളല്ലേ നല്ലോണം വായിലിട്ട് ചുട്ടാരൊറ്റ തുപ്പില്ലേ, അതുപോലെ എന്ത് ചെയ്തു? ഒരാറ്റ പുറത്തേക്ക് ഒരു ശ്രദ്ധിച്ചു, പുറത്തേക്ക് അങ്ങോട്ട് ചാടിച്ചു കൃഷ്ണനെ. ഉള്ളിൽ ചെന്നപ്പോ തീ പോലെ പൊള്ളുകയാണ്. പൊള്ളിക്കൊണ്ട് എങ്ങനെ ഇരിക്കും? വേഗം വായിന്ന് പുറത്തേക്ക് തുപ്പി. ആ സമയത്ത് ത്രോട്ട്യാഹ കോട്ട്യ, എന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു? കോട്ട്യ എന്ന് പറഞ്ഞാൽ തന്റെ മൂർച്ചയുള്ള കൊക്കിന്റെ തലപ്പ് കൊണ്ട്, കൊക്കിന്റെ അറ്റത്തിന് നല്ല മൂർച്ചയുണ്ടല്ലോ, ആ മൂർച്ചയുള്ള കൊക്ക് കൊണ്ട് ദളയിതുമകാൻ, കൃഷ്ണനെ അങ്ങോട്ട് കീറി മുറിക്കാം. ദളയിതുമകാൻ, കൊത്തി കീറാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് കഴിച്ചപ്പോ തീ പോലെ പൊള്ളി പുറത്തേക്ക് എടുത്ത കൃഷ്ണനെ തന്റെ കട്ടിയുള്ള ഷാർപ്പായിട്ടുള്ള കൊക്കിന്റെ അറ്റം കൊണ്ട് കീറിപ്പറിക്കാം എന്ന് വിചാരിച്ചു വന്നപ്പോഴേ അഗാധ അടുത്തേക്ക് വന്നു. ആ സമയത്ത് ഹേ വിഭോ, അങ്ങ് ആരാ? ഖലജനവിദാ ചുഞ്ചുഹു, ചുഞ്ചുവാണ്. ചുഞ്ചു എന്ന് പറഞ്ഞാൽ നല്ല സ്കിൽഡ് ആണ്, നല്ല ബുദ്ധിശക്തി ഉള്ളവനാ. എന്തിന് തയ്യാറെടുത്തവനാ? ഖലജനവിദാ ചുഞ്ചുഹു, ഖലജനങ്ങളെ, ദുഷ്ടജനങ്ങളെ ഭേദിക്കുന്നതിൽ മിടുക്കനല്ലേ അങ്ങ്? ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായ അങ്ങ് എന്തു ചെയ്തു? അങ്ങ് ആശു, വേഗത്തിൽ. അടുത്തത് പറയാ ചഞ്ചു എന്ന് പറയാണ്. ചുഞ്ചുഹു എന്ന് പറഞ്ഞിട്ട് അടുത്തത് ചഞ്ചു എന്ന് പറയാണ്. കണ്ടോ? ചഞ്ചു എന്ന് പറഞ്ഞാൽ കൊക്ക് എന്നർത്ഥം, അതിന്റെ ദ്വിവചനമാണ് ചഞ്ചു. ആ രണ്ട് കൊക്കുണ്ടല്ലോ, ആ കൊക്കിനെ എന്ത് ചെയ്തു? പ്രഗൃഹ്യ, രണ്ട് കൊക്കുകളിലും അങ്ങോട്ട് കടന്ന് പിടിച്ചു. എന്നിട്ട് ആ പിടിച്ചതിനെ അങ്ങനെ വലിച്ചു മുറിച്ചു, അതിങ്ങനെ പിളർത്തി. ഈ കൊക്കോണ്ട് എന്നത്തെ കൊല്ലാൻ വരും അല്ലേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നതിൽ മിടുക്കനായ അങ്ങ് ആ കൊക്കുകളെ രണ്ടായി പിരിച്ചു വളർത്തി പിളർത്തു കളഞ്ഞു എന്ന് പറയാം. ഗോപവ്രാതേ സലിലം പിബതി, ആ ഇടയ കുട്ടികൾ എല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ, ആ കുടിക്കുന്ന നേരത്ത് സഹാ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ, ആ കൊക്ക് അങ്ങയെ സമീപിച്ചു വിഴുങ്ങിയപ്പോൾ അഗ്നിപ്രഖ്യം കില പുനദ്രുതം ഉദ്വമൻ, തീ പോലെ പൊള്ളിയത് കൊണ്ട് വീണ്ടും പുറത്തേക്ക് എടുത്തപ്പോൾ, ഛർദിച്ചപ്പോൾ കക്കി അങ്ങടെ ആയിലേക്ക് ഇട്ടത് പുറത്തേക്ക് എടുത്തു. കോട്ട്യ, നല്ല മൂർച്ചയുള്ള കൊക്കിന്റെ അറ്റം കൊണ്ട് ദലയിതുമകാത്, പിളർത്താനായിട്ട് പുറപ്പെട്ടു. ഹേ വിഭോ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, തഥാ ഖലജനബിദാ ചുഞ്ചുഹു, ദുഷ്ടജനങ്ങളെ നശിപ്പിക്കുന്നതിൽ ആദിമിടുക്കനായ അങ്ങ്, ഭവാൻ അങ്ങ് ആശു ചഞ്ചു പ്രഗൃഹ്യ, പെട്ടെന്ന് അവന്റെ രണ്ട് കൊക്കുകളെയും പിടിച്ച് ദദാര, അവനെ അങ്ങോട്ട് പിളർത്തിക്കൊന്നു എന്നർത്ഥം. ദദാര എന്നുള്ളത് ലിട്ട് ട്ടാ. ചഞ്ചു എന്ന് പറഞ്ഞാൽ കൊക്കുകള്, ചുഞ്ചുഹു എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. ഗോപവ്രാതേ സലിലം പിബതി,
സഹ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ അഗ്നിപ്രഖ്യം കില പുനദ്രുതം ഉദ്വമൻ റോട്ട്യാഹ കോട്ട്യ ദളയിതുമഗാദ്. ഹേ വിഭോ തദാ കലജനവിദാ ചുഞ്ചുഹു ഭവാനാശു ചഞ്ചൂപ്രഗൃഹ്യ തം ദദാര. ദദാര എന്നുള്ളത് ലിട്ടിലകാരം, അഗാദ് എന്നുള്ളത് ഇണുധാതുവിന്റെ ലുങ് ലകാരമാണ്. പിന്നെ ഗോപവ്രാതേ സലിലം പിബതി എന്നുള്ളത് സതി സപ്തമി. ഗോപവ്രാതേ സലിലം പിബതി സഹ ഭവന്തം അഭിദ്രുതഃ നിഖിലൻ അഗ്നിപ്രഖ്യം കില പുനഃ ദ്രുതം ഉദ്വമൻ ത്രോട്ട്യാഹ കോട്ട്യാ ദലയിതുമഗാദ്. ഹേ വിഭോ തദാ ഖലജനവിദാ ചുഞ്ചുഹു ഭവാനാശു ചഞ്ചൂപ്രഗൃഹ്യ തം ദദാര. അടുത്തത് പറയാണ്. ഇങ്ങനെ ആ ഭഗമായിട്ട് വന്നതായ, കൊക്കായിട്ട് വന്നതായ അവനെയും കൊന്നു. അപ്പൊ അതിനിവിടെ പറയാണ്, ഈ കൊക്ക എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത് എന്നുള്ളതിനെ അതിശയോക്തിയായിട്ട് വർണ്ണിക്കുകയാണ്. സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃതാം ഖലു പൂതനം അനുജമഘമപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതുമേവ വാ ശമന നിലയം യാദേ തസ്മിൻ ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാഗൃഹമയ്യഥാഹ. സപതി പെട്ടെന്ന് എന്നാണ് പറഞ്ഞത്. എന്തിന്? സഹജാം സന്ദ്രഷ്ടും, സഹോദരിയെ കാണണമെന്ന് കൊതി തോന്നിയിരിക്കും അത്രേ. ആരാണ് സഹജ? മൃതാം ഖലു പൂതന, മരിച്ചുപോയ പൂതന ഈ ഭഗന്റെ സഹോദരിയാ. അപ്പോ സഹോദരിയെ കാണണം എന്നുള്ള വെമ്പലും ഉണ്ടായിരിക്കുമെന്ന്. ആരെ? കൊക്ക് മരിക്കാൻ വന്നതേ സഹോദരിയായ പൂതനയെ യമനിലയത്തിൽ പോയാൽ കാണാലോ എന്ന് വിചാരിച്ച് യമനിലയത്തിലേക്ക് പോകാൻ തയ്യാറായതായി വന്നിരിക്കാം ഈ ഭഗൻ എന്നിവിടെ ഊഹിക്കണം. മാത്രമാണോ? അനുജം അഖമബി, ഇനി ഒരാളുണ്ട് സഹോദരൻ അഖൻ എന്ന അസുരൻ. അഖമബി, അസുരനെയും അഖനെയും അഗ്രേഗത്വാ പ്രതീക്ഷിതുമേവ വാ, മുമ്പിൽ ചെന്ന് പ്രതീക്ഷിക്കാൻ. പദം പിരിക്കാൻ നോക്കൂ. സപതി സഹജാം സന്ദ്രഷ്ടും വാ മൃദാം ഖലു പൂതനാം അനുജം അഘം അഭി അഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ ശമന നിലയം യാദേ തസ്മിന് ഭഗേ സുമനോഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാത് ഗൃഹം അയ്യഥാഹ. ഇവിടെ എന്ത് പറയുന്നു? മരിച്ചുപോയ പൂതന, ആ പൂതനയെ കാണാനുള്ള കൊതി മൂത്തപ്പോഴാണ് ഭഗം വന്നതോണോ എന്ന് സംശയിക്കുകയാണ്. രണ്ടാമത് പറയാണ് അനുജമഘമഭി, അനുജനായ അഘനെ അഗ്രേഗത്വ പ്രതീക്ഷം, മുമ്പേ പോയി നിന്ന് താലമെടുക്കാൻ കാത്തിട്ട് പോയതാണോ എന്ന് സംശയം. അതായത് അനിയൻ വരും പിന്നില്, അനിയനെ വരുമ്പോ പരിചയമില്ലാത്തവരെ കണ്ട് വിഷമിക്കേണ്ട, ഞാൻ ഉണ്ടറാ നിനക്ക് കൂട്ടെന്ന് പറയാൻ വേണ്ടി മുമ്പേ പോയി നിന്നതാണോ എന്ന് സംശയം. അനുജമഭി അഗ്രേഗത്വ പ്രതീക്ഷിതുമേവം, അനുജനെയും മുമ്പേ ചെന്ന് കാത്തു നിൽക്കാൻ വേണ്ടിയാണോ എന്ന്. തസ്മിൻ ഭഗേ ശമന നിലയം യാദേ, ആ കൊക്ക് യമനിലയത്തിലേക്ക് പോയപ്പോൾ. കൊക്ക് യമനിലയത്തിൽ പോകാൻ രണ്ട് കാരണങ്ങളാണ് ഇവിടെ ഉത്പ്രേക്ഷിക്കുന്നത്. ഒന്ന്, ചേച്ചിയായ പൂതനയെ കാണാൻ തിടുക്കപ്പെട്ടു പോയതാണത്രേ. രണ്ടാമത്, അനുജനായ അഖൻ വരുമ്പോൾ അവിടെ സ്വീകരിക്കാൻ നിന്നാൽ കൊള്ളാമോ എന്ന് തോന്നിയത് കൊണ്ടാണ് എന്ന്. എന്തായാലും ഭഗൻ യമനിലയത്തിലേക്ക് പോയി അല്ലേ? അതിനെ ഇങ്ങനെ മനോഹരമായിട്ട് വർണ്ണിച്ചു. അതിനൊരു കാര്യകാരണം പറഞ്ഞു. ചത്തുപോയി എന്ന് പറയാണ്ട് ചേച്ചിയെ കാണാൻ പോയി, അനിയനെ എതിരേൽക്കാൻ പോയി എന്ന് പറയാണ്. അങ്ങനെ പോയിരിക്കുകയാണ് ആര്? ഭഗൻ. ഭഗൻ മരിച്ചു പോയപ്പോഴ് അപ്പൊ എന്തുണ്ടായി? സുമനോഗണി എന്തോ, സുമനങ്ങൾ, സുമനസ്സുകൾ എന്ന വാക്കിന് പല അർത്ഥമാണ്. പുല്ലിംഗത്തിലെ രണ്ടർത്ഥമാണ്. സുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ളവർ എന്നർത്ഥം. സുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ ദേവാഹ സുമനസഹ ധൃതശാഹ എന്ന് പര്യായം, ദേവന്മാർ എന്നൊരർത്ഥം. നപുംസകലിംഗത്തിലെ സുമനസ്സുകൾ എന്ന് പറഞ്ഞാൽ പുഷ്പങ്ങൾ എന്നർത്ഥം. ഇവിടെ സുമനോഗണി, ദേവഗണങ്ങള്. അവരെങ്ങനെയാണ് ഭഗവാനെ പൂജിച്ചത്? സുമനോ വൃന്ദം. അവിടെ സുമനോ വൃന്ദങ്ങളെ കൊണ്ട്, പൂക്കൂട്ടങ്ങളെ കൊണ്ട്, പൂക്കളെ കൊണ്ട് കിരതി സതി വർഷിച്ചപ്പോൾ എല്ലാ ദേവന്മാർക്കും സന്തോഷായി. അവർ ആദ്യം ഒരു പൂമഴ ചൊഴിഞ്ഞു. എന്തിന്? ബകാസുരനെ കൊന്നതിനു വേണ്ടി.
ആ സമയത്ത് വൃന്ദാവനത്തിൽ നിന്നും ത്വം അങ്ങ് ഗൃഹമയ്യഥാഹ വീട്ടിലേക്ക് തിരിച്ചു വന്നുവല്ലോ എന്ന്. എന്താണ് ഭഗൻ സഹോദരിയെ കാണാനും സഹോദരനെ എതിരേൽക്കാനും വേണ്ടിയാണ് യമലോകത്തിലേക്ക് പോയത് എന്ന് ഇവിടെ ഉത്പ്രേക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഭഗൻ മരിച്ചു എന്ന് പറയണം. അതിനെ ഇങ്ങനെ ഭംഗിയാക്കി വർണ്ണിച്ചു. അങ്ങനെ ഭഗൻ അവിടെ നിന്ന് പോയപ്പോഴ് ദേവന്മാര് ഭഗവാന്റെ മീതെ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു എന്ന് തന്നെ പറയണം. അവിടെ അതിനു വേണ്ടി രണ്ടും ഒരേപോലത്തെ വാക്കുകളെ പറഞ്ഞു. സുമനോ ഗണേ സുമനോ വൃന്ദം എന്ന് പറഞ്ഞു. വൃന്ദം എന്ന് പറഞ്ഞാലും ഗണം എന്ന് പറഞ്ഞാലും കൂട്ടം എന്നർത്ഥം. ആദ്യത്തെ സുമനോ ഗണേ കിരതി സതി എന്ന് സതിസപ്തമിയിൽ എടുത്തു. ദേവവൃന്ദങ്ങൾ വർഷിച്ചപ്പോൾ എന്തിനെയാണ് വർഷിച്ചത്? സുമനോ വൃന്ദം കിരതി സതി, പൂമഴ ചെയ്തപ്പോൾ ഭഗവാൻ സന്തുഷ്ടനായിട്ട് വീണ്ടും വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി, ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. ഇവിടെ ഉത്പ്രേക്ഷയാണ്. ഉത്പ്രേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഊഹിക്കുക എന്നർത്ഥം. ഊഹിച്ചു പറയാണ്. ചേച്ചിയെ കാണാൻ തിടുക്കപ്പെട്ടു പോയതാണ് ഈ ഭഗൻ എന്ന് ആദ്യം. അനുജനെ എതിരേൽക്കാൻ വേണ്ടി മുമ്പേ പോയതാണ് ഭഗൻ എന്ന് ഉത്പ്രേക്ഷ. ഈ രണ്ട് ഉത്പ്രേക്ഷയാണ് ഈ ശ്ലോകത്തിന്റെ തന്നെ അഴകിന് കാരണം. ഇപ്പൊ മൃദാം സഹജാം പൂതനാം, സഹജ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരിയായ പൂതനയെ സപതി സന്ത്രഷ്ടം ഉടനെ കാണണമെന്ന് തോന്നിയപ്പോഴ് വാ ആയിരിക്കാം, ചേച്ചിയെ കാണാനുള്ള തിടുക്കം കൊണ്ടായിരിക്കാം. അല്ലെങ്കിലോ അനുജം അഘമഭി അഗ്രേഗത്വ പ്രതീക്ഷിതും എവവ, അനുജനായ അഘൻ വരുമ്പോഴേക്കും താൻ പോയി അവിടെ സെറ്റപ്പ് ആക്കാം എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം. എന്തായാലും തസ്മിൻ ഭഗേ ശമന നിലയം യാതേ, ആ ഭഗൻ യമന്റെ ഗൃഹത്തിലേക്ക് പോയപ്പോൾ എന്ന് സതിസപ്തമിയായിട്ട് പ്രയോഗിച്ചു. സുമനോ ഗണേ സുമനോ വൃന്ദം കിരതി, അവിടെയും സതിസപ്തമി. ദേവവൃന്ദങ്ങൾ പുഷ്പവർഷങ്ങൾ ചൊരിഞ്ഞപ്പോൾ അത് മുഴുവൻ ഏറ്റുകൊണ്ട് വൃന്ദാവനത്തിൽ നിന്നും ഹേ ഗുരുവായൂരപ്പ അങ്ങ് ത്വം ഗൃഹമയ്യഥാ ഖലു, അങ്ങ് വീട്ടിലേക്ക് തിരിച്ചുവല്ലോ. മൃദാം സഹജാം പൂതനാം സപതി സന്ദ്രഷ്ടും വാ അനുജമഖമഭി അഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ തസ്മിൻ ഭഗേ ശമന നിലയം യാതേ സുമനോ ഗണേ സുമനോ വൃന്ദം കിരതി വൃന്ദാവനാത് ത്വം ഗൃഹം അയ്യഥാഹ ഖലു. ഇനി അടുത്തൊരു ശ്ലോകം കൂടി ഉണ്ട്, എടുക്കാം. എന്ത് ചെയ്യുന്നു? ലളിത മുരളീനാദം ദൂരാന്നിശമ്യവധൂജനൈഹി ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിതഃ ജനിത ജനനീനന്ദാനന്ദ സമീരണമന്ദര മന്ദിര പ്രദിത വസദേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. ലളിത മുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈഹി ത്വരിതം ഉപഗമ്യ ആരാധു ആരൂഢമോദം ഉദീക്ഷിതഃ ജനിത ജനനീനന്ദാനന്ദഃ സമീരണമന്ദിര പ്രദിത വസദേ ശൗരേ ദൂരീകുരുഷ്വ മമ ആമയ. ഹേ ശൗരേ മമ ആമയാൻ ദൂരീകുരുഷ്വ. അല്ലയോ ശൂരസേന പൗത്രനായിട്ടുള്ള ശൗരി, ഗുരുവായൂരപ്പ അങ്ങ് എന്റെ രോഗങ്ങളെ മുഴുവൻ അകറ്റിത്തരണേ. എങ്ങനെയാണ് അങ്ങ്? സമീരണ മന്ദിര പ്രഥിത വസതേ, ഗുരുവായൂരമ്പ അമ്പലത്തില് പ്രസിദ്ധി പെറ്റുവാണോണ്ടിരിക്കുകയല്ലേ അല്ലയോ വാസുദേവ, അങ്ങ് എന്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ. എങ്ങനെയുള്ളവനാണ് അങ്ങ്? ഉദീക്ഷിതനാണ്, ഉറ്റുനോക്കപ്പെട്ടവരാ. ആരാൽ? ആരൂഢമോദം, സന്തോഷ പാരവശ്യത്തോടുകൂടി ഉറ്റുനോക്കപ്പെട്ടവനായ അങ്ങ്. ആരാലാണ്? വധൂജനൈഹി, അവിടെയുള്ള ഗോപവധുക്കളാൽ ത്വരിതം ആരാധുപഗമ്യ, വീട്ടുജോലിയൊക്കെ വിട്ട് വേഗത്തിൽ പുറത്തു വന്ന് നിൽക്കാത്രേ. ലളിത മുരളീനാദം ദൂരാതു നിശമ്യ, മനോഹരമായ ഓടക്കുഴൽ വിളി അകലെ നിന്ന് കേൾക്കുമ്പോ തന്നെ ത്വരിതം വേഗത്തിൽ വീട്ടുജോലികളൊക്കെ ഉപേക്ഷിച്ച് ആരാധു വീട്ടുമുറ്റത്ത് വന്ന് അടുത്ത് വന്ന് നിൽക്കുകയാണത്രേ. എന്നിട്ടോ അവരെങ്ങനെ നിൽക്കുന്നു? സന്തോഷ പാരവശ്യത്തോടെ, രോമാഞ്ചകഞ്ചുകിതരായിട്ട് ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കാറുണ്ടല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള ജനിത ജനനീനന്ദാനന്ദ, അച്ഛനും അമ്മയ്ക്കും ജനിതനും ജനനിക്കും, കണ്ടോ, അച്ഛനും അമ്മയ്ക്കും
ആനന്ദത്തെ ഉണ്ടാക്കുന്നവനായ, ഇപ്പോഴോ സമീരണ മന്ദിര പ്രഥിത വസതേ, പ്രസിദ്ധമായ ഗുരുവായൂരിൽ വാണുകൊണ്ടിരിക്കുന്ന ഹേ ശൗരേ, അല്ലയോ വാസുദേവ, മമ അമയാൻ ദുരീകരുഷ്വ, എന്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. ദൂരേന്ന് തന്നെ കൃഷ്ണന്റെ ഓടക്കുഴൽ വിധി കേൾക്കുമ്പോഴേക്കും ഗോപികമാര് തന്റെ വീട്ടുജോലിയൊക്കെ വീക്ഷിച്ച് എല്ലാവരും പുറത്തു വന്ന് നിൽക്കൂത്രേ കൃഷ്ണന്റെ വരവും നോക്കാൻ. എങ്ങനെ ഗോധൂളീധു സരിത കോമളാംഗം എന്നാണ്. എങ്ങനെയാണ് ആ പശുക്കളുടെ കുളമ്പടിയിൽ നിന്നും വരുന്ന പൊടിയൊക്കെ മേലൊക്കെ പറ്റി ആ കൃഷ്ണന്റെ ഒരു വരവുണ്ട്. അത് കാണുമ്പോഴേ ഗോപികമാർക്ക് അങ്ങോട്ട് രോമാഞ്ചം തോന്നും. ഭക്തി പാരവശ്യത്തിൽ അവർ ആ മുരളീനാഥം കെട്ട് തന്നെ മറന്ന് അങ്ങനെ ഭക്തിയോടുകൂടി നിൽക്കുകയാണ് അത്രേ. അങ്ങനെ അവരാൽ നോക്കപ്പെടുന്നവൻ, അച്ഛനും അമ്മയ്ക്കും ആനന്ദം ഉണ്ടാക്കുന്നവൻ, അങ്ങനെയായ ഗുരുവായൂരിൽ ഇപ്പോൾ സ്വയമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലയോ വാസുദേവ, ആ രൂപത്തിലുള്ള അങ്ങ് എന്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ. ഇതാണ് പ്രാർത്ഥന. ആ ദേവി ഗോപികമാരുടെ ഭക്തി പാർവശ്യത്തെ വേറൊരു തരത്തിൽ വർണ്ണിക്കുകയാണ്. അവരെന്താണ് ദൂരേന്ന് ഓടക്കുഴലിന്റെ നാദം കേൾക്കുള്ളൂ. അപ്പോഴേക്കും ത്വരിതം ആരാധുപകമേ, വീട്ടുജോലിയൊക്കെ അവിടെ ഇട്ടിട്ട പാടിന് ഇട്ടിട്ട് എല്ലാവരും റോട്ടിൽ വന്ന് നിൽക്കും. ആ വന്ന് നിൽക്കുമ്പോഴേ ആരൂഢമോദം ഉദീക്ഷിത, എങ്ങനെയാണെങ്കിൽ ഉദീക്ഷിത കണ്ണുങ്ങനെ ഉയർത്തി നോക്കാം, വരുണ്ടോ നോക്കാണ്. ഉദീക്ഷിതരാണ്. എന്തിനെയാണ് നോക്കുന്നത്? ആരൂഢമോദം, സന്തോഷം കൊണ്ട്, വീർപ്പുമുട്ടിക്കൊണ്ട്, ആനന്ദ പാരവശ്യത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും വധൂജനങ്ങൾക്കും ഒക്കെ ആനന്ദമുണ്ടാക്കുന്നവൻ, ഇപ്പോൾ ഗുരുവായൂരമ്പത്തിൽ പ്രസിദ്ധനായിട്ട് വർത്തിക്കുന്ന അല്ലയോ വാസുദേവ, അങ്ങ് എന്റെ രോഗങ്ങളെ മാറ്റിത്തരേണമേ. ഇതാണ് പ്രാർത്ഥന. അന്വേ നോക്കിക്കോളൂ. ലളിത മുരളീനാദം ദൂരാതു നിശമ്യ വധൂജനൈഹി ത്വരിതം ആരാത് ഉപഗമ്യ. ആരാത് എന്നുള്ളതിന് അടുത്ത്. ആരൂഢമോദം ഉദീക്ഷിത. ആരൂഢമോദം വെച്ചാൽ ഉള്ളിൽ അങ്ങോട്ട് സന്തോഷ പാരവശ്യം, നിറഞ്ഞ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തിലാണ് നോക്കി നിൽക്കുന്നത്. ജനിത ജനനീനന്ദ ആനന്ദ, അച്ഛനമ്മമാർക്ക് ആനന്ദം നൽകുന്ന സമീരണം എന്ന് പറഞ്ഞ വായു. സമീരണ മന്ദിര പ്രഥിത വസതേ, ഗുരുവായൂരമ്പലത്തിൽ പ്രസിദ്ധിയോടുകൂടി വാണരുളുന്ന ഹേ ശൗരേ, അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ, ത്വം മമ ആമയാൻ ദുരീകരുഷ്വ, നീ എന്റെ രോഗങ്ങളെ മുഴുവൻ മാറ്റിത്തരേണമേ. ഇതാണ് പ്രാർത്ഥന. ആമയം എന്ന് പറഞ്ഞാൽ രോഗം എന്നർത്ഥം. എന്താണ് അന്വയം? ലളിത മുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈഹി ത്വരിതം ആരാത് ഉപഗമ്യ ആരൂഢമോദം ഉദീക്ഷിത ജനിത ജനനീനന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ മമ ആമയാൻ ത്വം നർത്തം ദൂരീകരുഷ്വ. ദൂരീകരുഷ്വ എന്നുള്ളത് ലോകത്ത്. ദൂരാത് അകലെ നിന്ന്, ആരാത് അടുത്ത് നിന്ന്. ഉണ്ടോ? ദൂരാത് ആരാത്. അപ്പൊ ലളിത മുരളീനാദം ദൂരാത് നിശമ്യ വധൂജനൈഹി ത്വരിതം ആരാത് ഉപഗമ്യ ആരൂഢമോദം ഉദീക്ഷിത ജനിത ജനനീനന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ മമ ആമയാൻ ദൂരീകുരുഷ്വ. ഗോപവാടത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്താണ്? ഈ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഗോകുലത്തിലേക്ക് തിരിച്ചു വന്നത്. അല്ല, എന്താണ്? ഈ വൃന്ദാവനത്തിലെ ഗോപഗ്രഹത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറയാണ്. ഏകത്വം, അത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള സന്തോഷത്തിലാണ് അങ്ങ്. എങ്ങനെയുള്ള അങ്ങ്? എങ്ങനെയുള്ള അങ്ങ് എന്ന് പറയുന്നു? ഏത് തരത്തിലാണോ അങ്ങ് ഓടക്കുഴൽ ഊതിക്കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചു വന്നത്, അങ്ങനെയുള്ള സമീരണ മന്ദിരത്തിൽ വസിക്കുന്ന അല്ലയോ അങ്ങ്. ഇപ്പൊ ഗുരുവായൂരിൽ ഇരിക്കുന്നില്ലേ? അങ്ങ് തന്നെ എന്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ എന്ന് ഭഗവാന്റെ ഭക്തവാത്സല്യം അത്രയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓടക്കുഴലിന്റെ നാദം കേൾക്കുമ്പോഴേക്കും ആ ഭഗവാനോടുള്ള വാത്സല്യ അതിരേകത്താൽ ഗോപികമാര് ഗൃഹത്തിൽ നിന്നും പുറത്ത് ഓടി വരികയാണ്. അതുപോലെ നമ്മള് ഭഗവാന്റെ ഭക്തവാത്സല്യം കേട്ടുകൊണ്ട് ഗുരുവായൂരിലേക്ക് എപ്പോഴും വരുന്നുണ്ട്. ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഗോപകുമാരൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭട്ടതിരിയുടെ പ്രസ്താവന. ലളിത മുരളീനാദം ദൂരാൻ നിശമ്യ വധൂജനൈഹി ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിതഃ ജനിത ജനനീനന്ദാനന്ദ സമീരണ മന്ദിര പ്രദിത വസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. സമീരണം എന്നുള്ള വായു എന്നർത്ഥം. സമീരണ മന്ദിരം എന്ന് പറഞ്ഞാൽ വായു മന്ദിരം, വായു ഗുരുവായൂർ എന്നുള്ള അർത്ഥത്തില്. പ്രഥിത വസതേ, പേരുകേട്ട് പുകഴ്പെറ്റ് വസിക്കുന്നില്ലേ
അങ്ങനെയുള്ള ശൗരേ ശ്രീകൃഷ്ണ വാസുദേവ നീ എന്റെ രോഗങ്ങളെ അകറ്റിത്തരേണമേ എന്ന്. ഭഗവാന്റെ മാധുര്യ ദർശനം കിട്ടിയാൽ ആർക്കാ സന്തോഷം ഉണ്ടാകാത്തത്? അതുകൊണ്ടാണ് ഗോപികമാർക്ക് ഭഗവാനെ കാണുമ്പോഴേക്കും സന്തോഷ പാരവശ്യം. ജനനീ ജനിത ജനനീനന്ദാനന്ദ എന്നും കൂടി പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും അങ്ങേയറ്റ സന്തോഷം. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെയും മാറ്റി എന്നിലും സന്തോഷം ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദശകം 50-ാമത്തെ ദശകം പകുതിയായി അല്ലെ. 50-ാമത്തെ ദശകത്തെ നമുക്ക് ഗുരുവായൂരപ്പന്റെ തൃച്ചേവടികളിൽ സമർപ്പിക്കാം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിത്രകാശ രൂപനെ വണങ്ങണം. പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.